അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അതിലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ചെറിയൊരു പ്രോബ്ലമേ നമ്മൾ സോൾവ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതില് കുറച്ച് കുട്ടികൾ ബേസിക് ആയിട്ട് അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ആ ബേസിക്കിലൂടെ തന്നെ പോണം. അല്ലാതെ നിങ്ങൾക്കത് അൽഗോരിതം എഴുതാൻ തന്നാൽ എഴുതാനോ ഫ്ലോ ചാർട്ട് വരയ്ക്കാനോ കഴിയൂല. അപ്പൊ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഒന്ന് എഴുതി നോക്കാം. ഇന്നലെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തല്ലോ, കമന്റ് ബോക്സിൽ ഇട്ട് എഴുതി കാണിച്ചു തന്ന പോലെ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ അറിയുന്നവർ ചെയ്ത് നോക്കുക, അല്ലാത്തവന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും അത് നിർബന്ധമായിട്ട് നമുക്ക് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും വേണം. കാരണം ഇതാണ് നമുക്കിനി അടുത്ത സെമ്മിലേക്ക് ആവശ്യമുള്ളത്. അതിന്റെ ബേസിക് ആണ്. അപ്പം നിർബന്ധമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് അല്ലെ? 2 നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള അൽഗോരിതം എഴുതാനാണ്. അറിയുന്നവരൊക്കെ പെട്ടെന്ന് എഴുതി. അല്ലാത്തവന് ഞാൻ പറഞ്ഞിരുന്നു ചെറിയ ചെറിയ പ്രോബ്ലംസ് നിങ്ങൾ വീട്ടിലിരുന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നും പഠിക്കാനൊന്നും ഇല്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനേ ഉള്ളൂ. പക്ഷെ ആ ഒരു മെത്തേഡ്, ആ ലോജിക്ക് നമുക്ക് മനസ്സിൽ കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇന്നലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം, ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടതുപോലെ നിങ്ങൾ സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഒരു അൽഗോരിതം എഴുതി നോക്കിക്കേ. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തരുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് മാത്തമാറ്റിക്കൽ ബേസിക് ഇക്വേഷൻസ് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് പോവുക. ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ചിലതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? മറന്നു പോയതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറയാണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ 2L പ്ലസ് 2B. സർക്കിളിന്റെ കേസ് ആണെങ്കിൽ ഏരിയ πr², പെരിമീറ്റർ 2πr. ഏതോ ഒരു പ്രാവശ്യം ഈ സർക്കിളിന്റെ ഏരിയയോ അല്ലെങ്കിൽ പെരിമീറ്റർ ഏതോ ഒന്നായിരുന്നു അൽഗോരിതത്തിൽ ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ അതാണ് ഏറ്റവും ബേസിക്, വളരെ സിമ്പിൾ ആദ്യം പറയാണ് കേട്ടോ. അപ്പൊ 2πr ആണ് പെരിമീറ്റർ കാണാന്. പിന്നെ സ്ക്വയറിന്റെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്ക്വയറിന്റെ ഏരിയ കാണാൻ a², പെരിമീറ്റർ കാണാൻ 4a അല്ലേ? അതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 3 6 ഇക്വേഷൻസ്. പിന്നെ നമ്മളോട് ചോദിക്കാൻ ഏറ്റവും സാധ്യത ഉള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതം ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട് ചിലപ്പം. എന്തായാലും അതിന്റെ സൊല്യൂഷൻ കാണാൻ, അതായത് ഇക്വേഷന്റെ റൂട്ട് കാണാൻ -b ± (√b² - 4ac/2). ഇതൊന്നും ഞാനിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ ബേസിക് നിങ്ങൾക്ക് അറിയണം. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ, അതായത് പെരിമീറ്റർ അല്ലെ, റൈറ്റ് an algorithm to find the perimeter of the circle. സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടെത്താനുള്ള ഒരു അൽഗോരിതം എല്ലാവരും ഒന്ന് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടുക, ടൈപ്പ് ചെയ്യാം. ഓക്കെ? അല്ലെങ്കിൽ എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് വോയിസ് ഇട്ടാലും മതി. ഒരു 4 സ്റ്റേറ്റ്മെന്റ് പറയാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ക്വസ്റ്റ്യൻ ആക്കി തരണം എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടോ എന്ന് അറിയാനാണ് കേട്ടോ. കാരണം അതാണ് നമുക്ക് ഇനി ആവശ്യം. ഇനി നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ സ്ട്രെസ് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറെ സമയം എടുത്ത് പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരികയും ചെയ്യും. മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് നമ്മളിതൊന്ന് പഠിച്ചെടുക്കാൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്ന് എഴുതിക്കേ. അറിയുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് എഴുതി.
ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട്, ഫർഷിത വിട്ടിട്ടുണ്ട് അല്ലെ. അതേപോലെ ബാക്കിയുള്ളവരും അറിയുന്നവരൊക്കെ വിടുക, അല്ലെങ്കിൽ അറിയാത്തവര് പിന്നെ പ്രത്യേകം പോയി ചോദിക്കുക. ഒരു 2 മിനിറ്റ് ഞാൻ തരാം, നിങ്ങൾ എഴുതി നോക്കുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞു തന്നാൽ മതി, ആ സ്റ്റെപ്പ് 1 സ്റ്റെപ്പായിട്ട്. ആ കുറെ പേര് ഇങ്ങനെ എഴുതി വിട്ടിട്ടുണ്ട് അല്ലെ. എലിയ പിന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ഇൻപുട്ട്. അത് ശരിയാണ്. ഫസ്സാന ഒക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. അപ്പം എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ സ്റ്റെപ്പ് 1 എഴുതണം കേട്ടോ, നിർബന്ധമായിട്ട് സ്റ്റെപ്പ് 1 എഴുതണം, അത് മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ കഴിയുന്നതും ഇൻപുട്ട് എന്നുള്ള ഒരു കീവേഡ് ഒഴിവാക്കിയിട്ട് എന്താക്കുക, എൻ്റർന്നോ റീഡെന്നോ എഴുതിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇൻപുട്ട് തെറ്റല്ല, മാർക്ക് കിട്ടാതെയും വരൂല. പക്ഷെ ചിലരുണ്ട്, ചില എക്സാമിനേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാ ഉപയോഗിക്കുന്ന പിന്നെ വേർഡ്സ് മതി എന്നുള്ള ഒരു ഇതിലുള്ളവരുണ്ടാവും. അപ്പൊ എൻ്റർ ആണ് കുറച്ചുകൂടി നന്നാവുക, അല്ലെങ്കിൽ റീഡ് ആയിരിക്കും നന്നാവുക. ഇൻപുട്ട് തെറ്റാന്നല്ല പറഞ്ഞത് കേട്ടോ. കഴിയുന്നതും അല്ലെ സാധാ വേർഡ്സ് തന്നെ, സാധാ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ, അതായത് ഒരു ബിഗിനർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ആ ഒരു വേർഡ് തന്നെ ഉപയോഗിച്ചിട്ട് എഴുതാൻ നോക്കുക അൽഗോരിതം. അപ്പൊ റീഡാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എൻ്റർ കേട്ടോ. എൻ്റർ ദ റേഡിയസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് 6 എന്ന് കൊടുക്കുക. കുറെ പേര് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിലുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ, അതിൽ എഴുതി വെക്കുക. അപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെ. നമുക്ക് എന്താ പറഞ്ഞത്, 2πr ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. ഈ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. അറിയാത്തവർ നല്ലോണം ശ്രദ്ധിക്കട്ടോ. പൈ എന്നുള്ളത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഈ പൈന്റെ വാല്യൂ നമുക്കൊക്കെ അറിയുന്നതാണ്, 3.14 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പിന്നെ 6 നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അത് റേഡിയസ് പറഞ്ഞു കൊടുത്താലേ നമുക്ക് അതിന്റെ പെരിമീറ്ററും അതിന്റെ ഏരിയയും കിട്ടുള്ളൂ. ഇനിയിപ്പോ ഏരിയ അതിന്റെ കൂടെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അല്ലെ. റേഡിയസ് ഇൻപുട്ട് ചെയ്തെടുത്താൽ മതി, ആ ഇക്വേഷൻ അവിടെ കൊടുത്തെടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറൊരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ആൻസർ എങ്ങനെ കൊടുക്കുക, എൻ്റർ അല്ലെങ്കിൽ റീഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, കോമ ഇട്ടിട്ട് 6 എന്ന് കൊടുക്കുക. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്, എല്ലാവർക്കും അറിയണതാണ്. സ്റ്റെപ്പ് 2 ഇത് കൊടുക്കുക. ദെൻ സ്റ്റെപ്പ് 3 ആണ് നമ്മളെ പ്രോസസ്സ് അല്ലെ. ഇവിടുത്തെ പ്രോസസ്സ് എന്താണ്, നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പൊ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഇൻറ്റു r is the radius. ഓക്കെ. ദെൻ സ്റ്റെപ്പ് 4 എന്ത് എഴുതണം, ഈ പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ പെരിമീറ്ററിനെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, പ്രിന്റ് പ്രീ. ദെൻ സ്റ്റെപ്പ് 5 എന്ത് ചെയ്യും, സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് അൽഗോരിതം എഴുതാം. ഇനി റേഡിയസ് ഏരിയ ചോദിച്ചാലും പൈ ഇൻറ്റു r ഇൻറ്റു r അല്ലെ, അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിന്റെ ഒക്കെ അൽഗോരിതം എഴുതാനും പറയും, അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കാനും പറയും. അതും ഇപ്പൊ നമുക്ക് വരച്ച് കാണിച്ചു തരാനുള്ള ഒരു 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 സിറ്റുവേഷനിലല്ലല്ലോ, എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റൂ അല്ലെ, പറയാൻ പറ്റും. സ്റ്റാർട്ട്, ഇപ്പൊ നമ്മൾ ഈ എഴുതിയ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എഴുതിയ ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അതായിരിക്കും അതിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അല്ലെ. പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്.
അപ്പൊ നമ്മൾ അതിന് വേണ്ട എല്ലാ എന്താണ് ടൂൾസ് അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഐക്കൺസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെന്ത് സ്റ്റാർട്ടിന് ഏത് ഷേപ്പാണ് യൂസ് ചെയ്യുക, അല്ലെ, പ്രോസസ്സിന് എന്താണ്, ഇൻപുട്ടിന് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ കേസിൽ, അതായത് ഏരിയ പെരിമീറ്റർ കാണാനുള്ള അൽഗോരിതം എഴുതിയിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഇപ്പൊ വരച്ച് കാണിച്ചു തരാൻ കഴിയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങള്. സ്റ്റാർട്ട് എന്നുള്ളത് ഏത് ഷേപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക, ഏത് സിമ്പിളിന്റെ ഉള്ളിലാണ് കൊടുക്കുക സ്റ്റാർട്ട് എന്നുള്ളത്. അതായത് അൽഗോരിതത്തിലെ അതേ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ സ്റ്റാർട്ട് എന്ത് ചെയ്യും, നമ്മള് റൗണ്ടഡ് റെക്ടാങ്കിളിന്റെ അകത്ത് നമ്മൾ എഴുതി വെക്കുക, റൗണ്ടഡ് റെക്ടാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് എന്ന് ആ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ എഴുതി വെക്കുക, ലാബലായിട്ട് കൊടുക്കുക. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ, ലാബലായിട്ട് കൊടുക്കുക സ്റ്റാർട്ട്. റൗണ്ടഡ് റെക്ടാങ്കിൾ ഓർ ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയും. എന്നിട്ട് നേരെ നമുക്ക് എപ്പോഴും പ്രോഗ്രാം ഫ്ലോ താഴോട്ടാണ് വരിക, അല്ലെ. അപ്പൊ എന്താണ്, ഡൗൺ ആരോ വരയ്ക്കാം, ആരോ വരയ്ക്കുക, തൊട്ട് വരയ്ക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ചിലരൊക്കെ ഉണ്ട് ഈ ഷേപ്പ് വരച്ചിട്ട് എന്ത് ചെയ്യും, ആരോ വരയ്ക്കും, പക്ഷെ ആരോ എന്ത് ചെയ്യൂല, ഈ സിമ്പലിലൊന്നും ടച്ച് ചെയ്യൂല. അങ്ങനെ ഒന്നും ചെയ്യരുത്. ആ ടച്ച് ചെയ്യണം, മനസ്സിലായില്ലേ, ടച്ച് ചെയ്യണം. അങ്ങനെ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യും, ഡൗൺ ആരോ വരച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ സ്റ്റാർട്ട് എഴുതി, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് നമ്മൾ ചെയ്തു. അടുത്തത് എന്താണ്, എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കണം, അല്ലെ. ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലാണ് ഏത്, പാരലലോഗ്രാം. ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പലാണ് പാരലലോഗ്രാം. അപ്പം ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ പാരലലോഗ്രാം ആണ് യൂസ് ചെയ്യുക. അപ്പൊ പാരലലോഗ്രാം വരയ്ക്കുക, അതിന്റെ അകത്ത് എന്ത് ചെയ്യാം, എൻ്റർ ദ റേഡിയസ്, എൻ്റർ ദ റേഡിയസ് ആർ. ഓക്കെ, എൻ്റർ ദ റേഡിയസ് ആർ. ദെൻ എന്ത് ചെയ്യുക, വീണ്ടും ഡൗൺ ആരോ, അതായത് നമുക്ക് താഴോട്ടാണ് പ്രോഗ്രാം ഫ്ലോ വരുന്നത്. അപ്പൊ ഡൗൺ ആരോ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ദെൻ സ്റ്റെപ്പ് 3 എന്താ ഉള്ളത്, പ്രോസസ് ആണ്. സ്റ്റെപ്പ് 3 പ്രോസസ് ആണ്. എന്ത് പ്രോസസ് അവിടെ ചെയ്യാൻ പോണത്, ഫൈൻഡ് ദ ഏരിയ, അല്ല പെരിമീറ്റർ, അല്ലെ, പെരിമീറ്റർ. അപ്പൊ സ്റ്റെപ്പ് 3 നിങ്ങൾ എഴുതി വെച്ച അതേ പ്രോസസ് ഇവിടെ എഴുതി വെക്കുക. P is equal to 2 into 3.14 into R, that is 2 pi R. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പ്രോസസ്സ് നമ്മൾ എഴുതുക ഏത് സിമ്പലിന്റെ അകത്താണ്, റെക്ടാങ്കിളിന്റെ അകത്താണ്. അപ്പൊ അത് എഴുതി വെച്ചു, അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഡൗൺ ആരോ വരയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുന്നു. അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിള് പാരലലോഗ്രാം ആണ്. അപ്പൊ വീണ്ടും പാരലലോഗ്രാം വരയ്ക്കുക, അതിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതി വെക്കുക, പ്രിന്റ് പി എന്ന് എഴുതി വെക്കുക, പ്രിന്റ് പി. ദെൻ എന്ത് ചെയ്യുക, ഡൗൺ ആരോ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് ആണ്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും നമ്മൾ യൂസ് ചെയ്യുക റൗണ്ടഡ് റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ വീണ്ടും വരയ്ക്കുക, അതിന്റെ അകത്ത് സ്റ്റോപ്പ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ടും വരയ്ക്കുക. അപ്പൊ ഫ്ലോ ചാർട്ടും നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് ഇത്. അപ്പം അതുകൊണ്ടാണ് ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ വന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അത് നല്ലോണം ശ്രമിക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്, ഈ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരയ്ക്കുന്നോടത്ത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. കുഴപ്പമില്ലല്ലേ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇന്നലെ ഒരു കുട്ടി, ഒരു പേര് മറന്നുപോയി, പിന്നെ +2 കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ഇതില്. അവന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ ഇവിടെ കാണുന്നില്ല അവന്റെ പേര്, എനിക്ക് ഓർമ്മയില്ല. ജവാദാണോ? ജവാദാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ ജവാദ്? അജ്മല PC, ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല ഓക്കെ. അപ്പൊ അതിങ്ങനെ, അതായത് നമുക്ക് റെസ്പോണ്ട് ചെയ്യണവരോടെ ഇപ്പൊ ചോദിക്കാൻ പറ്റൂ. ബാക്കി പലരും ഒന്നും, കുറെ കുട്ടികൾ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ടോ, ശരിയാണ്, പലരും എഴുതുന്നുണ്ട് ഒക്കെ ഉണ്ട്.
ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കുക. ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഉണ്ട്. അപ്പം ടെക്സ്റ്റ് മാത്രം പോരല്ലോ നമുക്ക്, ടെക്സ്റ്റ് ഇല്ലാത്ത ചോദിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എന്താണ്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. അതായത് നമുക്ക് താഴോട്ട് അതായത് വേറെ അതിലൊരു എന്ത് പറയുന്നില്ല, റെപ്പിറ്റേഷൻസോ ലൂപ്പിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ തന്നതൊക്കെ, അത് നിങ്ങൾ ചെയ്തതും അല്ലേ. ഇനി നമുക്കൊരു ലൂപ്പ് വെച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ലൂപ്പ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ, അതായത് ഡിസിഷൻ മേക്കിംഗ് നടത്തിയതിന് ശേഷം എങ്ങനെയാണ് അതിന്റെ ഫ്ലോ വരുന്നത് അല്ലെ, പ്രോഗ്രാം ഫ്ലോ എങ്ങനെയാ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പിംഗ് കൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ചെയ്ത് നോക്കുക, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത്, കുറെ പ്രാവശ്യം ചോദിച്ചതുമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതി വെച്ചോളാം. റൈറ്റ് ദ അൽഗോരിതം ടു ഫൈൻഡ് ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ ലൂപ്പിംഗിൽ പഠിക്കിയതാണ്, ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ എല്ലാവരും, ഒന്ന് ചെയ്തിട്ട് ഒന്ന് വോയിസ് ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം, പെട്ടെന്ന് ചെയ്യും. 2 നമ്പറിൽ നിന്ന് ലാർജസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം എഴുതാം. ചെയ്യുന്നുണ്ടോ? പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഇതിന്റെ അൽഗോരിതം ഫ്ലോചാർട്ടല്ലേ നമുക്ക് വരച്ചിടാൻ ബുദ്ധിമുട്ട്. അൽഗോരിതം നിങ്ങൾക്ക് പറയാലോ, ഒന്ന് വോയിസ് ഇട്ടാലും മതി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്താണ് എന്നൊക്കെ. Step 1 start. Step 2 enter the number A, B. Step 3 if A greater than B. Step 4 print A. Print B. Step 5 print A. Stop. If A greater than B, then step, then print ഏതാണ്? A greater than B ആണെങ്കിൽ ഏതാ പ്രിന്റ് ചെയ്യാ? B. A greater than B ആണെങ്കിലോ? A greater than B ആണെന്നുണ്ടെങ്കിൽ A. അതിൽ ലാർജസ്റ്റ് A പ്രിന്റ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ B print ചെയ്യും. എൽസ് B പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എങ്ങോട്ട് പോകണം? സ്റ്റോപ്പിലേക്ക് പോണ്ടേ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇത് നിങ്ങളൊക്കെ എഴുതും അല്ലേ? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 എൻ്റർ 2 നമ്പേഴ്സ് A, B. ദെൻ എന്താണ് വെദർ ഫൈൻഡ് അല്ലേ? എന്താണ് വെദർ A ഗ്രേറ്റർ ദാൻ B. ഈഫ് എന്നുള്ള ആ കീവേഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എഴുതുന്നത് തെറ്റില്ല കേട്ടോ. വെദർ അല്ലേ, A ഗ്രേറ്റർ ദാൻ B അല്ലേ? അങ്ങനെയാണെങ്കിൽ ദെൻ എന്താണ് പ്രിന്റ് A. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതിക്കും? പ്രിന്റ് A അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും അടുത്ത സ്റ്റെപ്പിൽ? എൽസ് പ്രിന്റ് B. ഈ പ്രിന്റ് A ചെയ്ത് കഴിഞ്ഞാല്, A പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരിക്കലും നമ്മളെ പ്രോഗ്രാം ഫ്ലോ പിന്നെ പ്രിന്റ് Bയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതി വെക്കണം അവിടെ? പ്രിന്റ് A എഴുതിയതിന് ശേഷം അവിടെ ഒരു കോമ ഇട്ടിട്ട് ഗോ ടു സ്റ്റെപ്പ്
അതായത് അവസാനത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പ് എന്നുള്ള സ്റ്റെപ്പിന്റെ നമ്പർ എത്രയാണോ 6 ആണെങ്കിൽ ആ 6 ഗോ ടു സ്റ്റെപ്പ് 6 എന്നും കൂടി എഴുതി വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കണം. പ്രിന്റ് എ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രോഗ്രാം ഫ്ലോ താഴോട്ട് ചാടാൻ പാടില്ല. പിന്നെ എങ്ങോട്ടാ പ്രോഗ്രാം ഫ്ലോ പോവേണ്ടത്? സ്റ്റോപ്പിലേക്കാണ് അല്ലേ? അപ്പം പ്രിന്റ് എ എഴുതിയതിന് ശേഷം അവിടെ ഒരു കോമ ഇട്ടിട്ട് ഗോ ടു സ്റ്റെപ്പ് എത്രയാണോ നിങ്ങളെ സ്റ്റോപ്പിന്റെ സ്റ്റെപ്പ് 5 ആണെങ്കിൽ 5 ഗോ ടു സ്റ്റെപ്പ് 5 എന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഇഫ് ലൂപ്പ് ഉള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു ഫസ്റ്റ് കേസ്, അതായത് ട്രൂ പാർട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഗോ ടു എന്നുള്ള ഒരു വേർഡ് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഗോ ടു സ്റ്റെപ്പ് എന്നവിടെ എഴുതി വെക്കുക. ആ സ്റ്റെപ്പിന്റെ നമ്പർ നിങ്ങൾ അന്നേരം എഴുതാൻ നിൽക്കരുത്. കാരണം എന്താ, പിന്നെ നിങ്ങൾ താഴോട്ട് വേറെയും കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി ലാസ്റ്റ് ആണ് നിങ്ങൾ സ്റ്റെപ്പ് ഇപ്പൊ ചിലപ്പോൾ 10 ആയിരിക്കും, സ്റ്റെപ്പ് ചിലപ്പോൾ 8 ആയിരിക്കും. ചിലരുടെയിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് ചുരുക്കി എഴുതുന്നവരുണ്ടാകും. അപ്പൊ അവസാനം എന്ത് എഴുതുക? ആ ഗോ ടു സ്റ്റെപ്പിന്റെ അവിടെ ആ സ്റ്റെപ്പിന്റെ അവിടെ ഉള്ള ആ നമ്പർ എഴുതി വെക്കുക കേട്ടോ. പിന്നെ സ്റ്റെപ്പ് സാധാ എൽസ് പ്രിന്റ് കഴിഞ്ഞ പ്രിന്റ് ബി പ്രിന്റ് ചെയ്താൽ പിന്നെ നേരെ എങ്ങോട്ടേ പോവുള്ളൂ? ഫ്ലോ സ്റ്റോപ്പിലേക്ക് പ്രോഗ്രാം ഫ്ലോ പോവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊരു കുഴപ്പമില്ല. ഇഫ് ലൂപ്പിൽ നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. യെസ്, വൃന്ദ എഴുതിയിട്ടുണ്ട്. ചെക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. കഴിഞ്ഞത് ഇഫ് കീവേഡ് ഒഴിവാക്കുക. കാരണം അതൊക്കെ എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള കീവേഡ്സ് ആണ് അല്ലെ, ലാംഗ്വേജിലുള്ള കീവേഡ്സ്. അത് എഴുതിയ തെറ്റല്ല കേട്ടോ, തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നുകൂടെ ബെസ്റ്റ് എന്താണ്, നമ്മൾ അങ്ങനത്തെ കീവേഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക കഴിയുന്നതും. ഇഫ് ലൂപ്പിലൊക്കെ കണ്ടീഷൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചെക്ക് വെദർ എന്ന് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അതാണ് കുറച്ചുകൂടി നന്നാവുക. ഇനി വലിയൊരു അൽഗോരിതം തരാൻ തന്നതെങ്കിൽ അവിടെ ഇഫ് യൂസ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എത്രയോ വലുതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂല, അത്യാവശ്യം ചെറുതൊക്കെ തരുള്ളൂ. അപ്പൊ ഇതും ഒരുവിധം എല്ലാവരും കുറെ ആൾക്ക് അറിയാം അല്ലെ. എന്താണ് സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 എന്താണ് വരിക? എൻ്റർ 2 നമ്പേഴ്സ് ആണ് വരിക. സ്റ്റെപ്പ് 3 എന്താ വരിക? ചെക്ക് വെദർ എ ഗ്രേറ്റർ ദാൻ ബി. ചെക്ക് വെദർ എ ഗ്രേറ്റർ ദാൻ ബി. ദെൻ സ്റ്റെപ്പ് 4 എന്താ വരിക? പ്രിന്റ് എ എന്ന് എഴുതിയതിനു ശേഷം കോമട്ടിട്ട് ഗോ ടു സ്റ്റെപ്പ്. ദെൻ സ്റ്റെപ്പ് 5 എൽസ് പ്രിന്റ് ബി അല്ലെ, പ്രിന്റ് ബി. സ്റ്റെപ്പ് 6 എന്ത് വരും? സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ അവിടെ ഗോ ടുവിന്റെ അവിടെ എന്ത് എഴുതി വെക്കണം? ഗോ ടു സ്റ്റെപ്പ് 6 എന്ന് എഴുതി വെക്കുക കേട്ടോ. മനസ്സിലായിട്ടില്ലേ? ദെൻ അടുത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ്. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാട്ടോ ഞാനിപ്പോ പറയണൊക്കെ. റൈറ്റ് ദ അൽഗോരിതം ടു ഫൈൻഡ് whether a number is or the given number is odd or even. Whether the given number is odd or even. അതിന്റെ ഒരു അൽഗോരിതം പെട്ടെന്നൊന്ന് ഒന്നുകിൽ വോയിസ് ഇടുക, അത് മതി, വോയിസ് ഇട്ടാ മതി. ഇനിയിപ്പോ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ. ബാക്കിയൊക്കെ നമുക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. whether the given number is odd or even. ചെയ്തു നോക്കുക. ഒന്നുകിൽ നിങ്ങളെ കയ്യിലുള്ള ബുക്കും ഒരു പേപ്പറിൽ എഴുതി നോക്കിയിട്ട് വോയിസ് ഇടുക. കാരണം എന്താ പറയുക, അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ആവും, നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരും. അല്ലാതെ അത് ഇങ്ങനെ കുറെ കേൾക്കുക, നിങ്ങളിങ്ങനെ ഞാനിങ്ങനെ പറയുക, നിങ്ങൾ കേൾക്കുക, അതൊരു ഇത് കിട്ടൂല കേട്ടോ.
ജവാദ് മനസ്സിലാവുന്നുണ്ട്? ജവാദ് എഴുതാൻ പറ്റുന്നുണ്ടോ? വോയിസ് ആരും റിപ്ലൈ തരണമെന്നില്ല, എല്ലാവരും ജോലിയിലായിരിക്കും അല്ലേ, ഓൺ ഡ്യൂട്ടിയിലായിരിക്കും എന്ന് വിചാരിക്കാം. ഇനി എന്തായാലും വേണ്ടില്ല, നമുക്ക് എക്സാമിനൊന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയുന്നതിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എഴുതാത്തത്. ഗിരിനാഥ് എഴുതിയത് എന്താണ്? ഗിരിനാഥ്, if a/2 = 0 then a is even number എന്നാണ് എഴുതുക. ഗിരിനാഥ്, a/2 എപ്പോഴെങ്കിലും നമുക്ക് 0 ആയി കിട്ടുമോ? 4 എന്നുള്ളൊരു നമ്പറാണ് നീ എൻ്റർ ചെയ്തെങ്കിൽ 4/2 വാല്യൂ എത്ര? 4/2 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ആൻസർ ആയി കിട്ടുക? 2 എന്നല്ലേ? 4/2 2 2 = 0. സോറി മാഡം, തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ഓപ്പറേറ്റർ ആണ്? ഗിരിനാഥന്റെ പറയും, ഏത് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക ഇവിടെ? പെർസെന്റേജ് ഓപ്പറേറ്റർ. യെസ്, അതിനൊരു പേരുണ്ട്. പെർസെന്റേജ് എന്നല്ല നമ്മൾ പറയാ. ലോജിക്കൽ ഓപ്പറേറ്റർ മാഡം. ലോജിക്കൽ അല്ല, അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്ററിന്റെ പേരൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ആ ഓപ്പറേറ്ററിന് ഒരു പേരുണ്ട്. അറിയണതാവും, മറന്നുപോയതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായല്ലോ. മോഡുലസ് ഓപ്പറേറ്റർ കേട്ടോ. അപ്പൊ മോഡുലസ് ഓപ്പറേറ്റർ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത് തന്നെ. ഓക്കെ, അപ്പം പിന്നെ പലരും ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഒരു നമ്പർ എൻ്റർ ചെയ്യും അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 എൻ്റർ ദ നമ്പർ അല്ലേ? നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും. എ ആണെങ്കിൽ എ എൻ്റർ ചെയ്യും. ഞാൻ എന്തെഴുതും? സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് അല്ലേ? ചെക്ക് ചെയ്യും. എന്താ ചെക്ക് ചെയ്യാൻ പോണത്? ഇഫ് a mod 2 = 0, a mod 2 = 0, മോഡുലസ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? റിമൈൻഡർ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത് അല്ലേ? റിമൈൻഡർ ആണ്, കോഷ്യന്റ് അല്ല. ഡിവിഷൻ ചെയ്താൽ കോഷ്യന്റ് ആണ് റിട്ടേൺ ചെയ്യുക. മനസ്സിലായില്ലേ? മോഡുലസ് ആണെങ്കിൽ എന്താ ചെയ്യുക? റിമൈൻഡർ ആണ് റിട്ടേൺ ചെയ്യുക. അതായത് ഒരു ഈവൺ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? ഒരു ഈവൺ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും റിമൈൻഡർ 0 ആയിരിക്കും. അപ്പം ഇഫ് a mod 2 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് a is even. a is even. അപ്പൊ എയില് നിങ്ങൾ 4 എന്നുള്ള ഒരു നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 4 mod 2 that is 0. 4 mod 2 4/2, അതിലെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻ കേസ് a is 3 ആണെങ്കിലോ? 3 mod 2 എന്ന് പറഞ്ഞാല് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ a mod 2 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? പ്രിന്റ് a is even അല്ലേ?
ദെൻ ഗോ ടു സ്റ്റെപ്പ്, നിങ്ങൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്പർ എത്രയാണോ അത് എഴുതി വെക്കുക. എൽസ് എന്ത് ചെയ്യും, പ്രിന്റ് ബി അല്ല പ്രിന്റ് എ ഈസ് ഈ ഓഡ് അല്ലേ, ഓടാന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഓഡ് ഓർ ഈവൺ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെക്കുക കേട്ടോ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഞാൻ ആ ഈഫ് ലൂപ്പ് വെച്ചിട്ട് തരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ ലൂപ്പിങ്ങിലെ വേറൊരു അതായത് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഒക്കെ എഴുതൂലേ, അതുപോലെയുള്ള ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കും. ഇത് ജസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് മാത്രമാണ് അല്ലെ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. സോറി, ഇതിന്റെ മുമ്പേ ഈ ഈഫ് ലൂപ്പിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാ വരയ്ക്കാന്ന് അറിയാത്തവരുണ്ടോ? ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞ ഓഡ് ഓർ ഈവന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കൽ എങ്ങനെയാണ്, സ്റ്റാർട്ട് റൗണ്ടഡ് റെക്ടാങ്കിൾ സിമ്പിളില് അല്ലേ, സ്റ്റാർട്ട് വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ അല്ലേ ഇപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും ബേസിക് അറിയാത്തവരോടാണ് പറയുന്നത്, അറിയുന്നവരോട് പറയേണ്ട കാര്യമില്ല. അറിയാത്തവരെന്ത് ചെയ്യുക, നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അൽഗോരിതത്തിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ ഒന്ന് വരയ്ക്കുക. നിങ്ങളെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ സാവധാനം ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് അതൊന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണലായിട്ടൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാല് അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. മനസ്സിലായില്ലേ? കാരണം ഇത് നമുക്ക് അത്രയും ആവശ്യമുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വേണമെന്ന് താല്പര്യമുള്ളവര്, ആരും നിർബന്ധിക്കില്ല, ആരെങ്കിലും വേണം അല്ലെങ്കിൽ പറഞ്ഞ് അറിയണം എന്ന് താല്പര്യമുള്ളവര് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത അൽഗോരിതത്തിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പൊ നമുക്കത് എന്തല്ല ആ സിറ്റുവേഷൻ, ആ ബീപ്പ് സിറ്റുവേഷനിൽ നമുക്കത് വരച്ച് കാണിക്കാനും ഒന്നും കഴിയൂല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഇതിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ ഉള്ളതുകൊണ്ട് പറയാണ്. സ്റ്റാർട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് നമ്മൾ റൗണ്ടഡ് റെക്ടാങ്കിളിൽ എഴുതും അല്ലെ. ദെൻ രണ്ടാമത് സ്റ്റെപ്പ് എൻ്റർ ആണ്, എൻ്റർ പാരലലോഗ്രാമിൽ എഴുതും. ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എക്സാമിനൊന്നും പോയി തെറ്റിക്കരുത്. ചില കുട്ടികളുണ്ട് പാരലലോഗ്രാം റെക്ടാങ്കിളിന്റെ അതേ ഷേപ്പിൽ വരച്ചേക്കും, മാർക്ക് കിട്ടൂല കേട്ടോ, ഒരിക്കലും മാർക്ക് തരൂല അതിനൊന്നും. റെക്ടാങ്കിളും പാരലലോഗ്രാമും വ്യത്യാസമുണ്ട്, ആ ഷേപ്പ് വ്യത്യാസമുണ്ട്, അത് അങ്ങനെ തന്നെ വരച്ചു വെക്കണം. മടി പിടിച്ചൊന്നും വരയ്ക്കാൻ നിൽക്കരുത് അതൊന്നും എക്സാമിന്. പലരും പെൻസിലൊന്നും കൊണ്ടുപോകില്ല എക്സാമിന്, ജസ്റ്റ് പെന്നോട് അങ്ങനെ വെറുതെ ഒരു റഫായിട്ട് വരയ്ക്കുന്ന പോലെ വരച്ചു വെക്കും, മാർക്ക് കിട്ടൂല. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നും അല്ല, നല്ലോണം വാല്യുവേഷൻ ചെയ്യും, നല്ല വാല്യൂ ചെയ്യും. ഇവിടുന്ന് നമ്മളെ പേപ്പർ നമ്മളെവിടെ എല്ലാം കിട്ടുന്നുണ്ടാവുക, അത് പുറത്തേക്ക് പോകും. അപ്പൊ അവിടെ നല്ലോണം സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യും. അപ്പൊ നല്ല വൃത്തിയിൽ നീറ്റിൽ തന്നെ എഴുതി പഠിക്കാം കേട്ടോ. എഴുതിയ മാർക്ക് കിട്ടുകയും ചെയ്യും. ഈ വായിക്കാതെ ഒന്നും ഇട്ടേക്കൊന്നുമില്ല ഒരു ആൻസർ ഷീറ്റ്, നല്ല വായിച്ചിട്ട് 7 മാർക്ക് തരികയും ചെയ്യും. പിന്നെ നമുക്കറിയാലോ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ആ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഫസ്റ്റിൽ എഴുതുന്ന ആ ഇൻട്രൊഡക്ഷനും പിന്നെ ആ ഫസ്റ്റിലുള്ള ആ ഒരു പിന്നെ ഡെഫിനിഷനും ഒക്കെ നന്നായി എഴുതുക, വരയ്ക്കുന്ന നീറ്റിൽ എഴുതുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കഴിയുന്നതും ഇങ്ങനത്തെ പിക്ചറൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പാരലലോഗ്രാം ആയിട്ട് തന്നെ വരയ്ക്കുക, റെക്ടാങ്കിളായി വരയ്ക്കരുത്. പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പാരലലോഗ്രാമിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ദ നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ചെക്ക് വെദർ, അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വരാൻ പോകുന്നത് അല്ലെ. ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് റോംബസ് സിമ്പിൾ അല്ലെങ്കിൽ ഡയമണ്ട് സിമ്പിൾ. അപ്പൊ ഈ ഡയമണ്ട് സിമ്പിളിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതി വെക്കുക, ചെക്ക് എ മോഡ് 2 ഈക്വൽ ടു 0 അല്ലെ. എ മോഡ് 2 ഈക്വൽ ടു 0 എന്ന് ആ സിമ്പിളിന്റെ അകത്ത് എഴുതി വെക്കുക. അപ്പൊ എന്താണ് ഈ ഡയമണ്ട് സിമ്പിൾ, എന്താണ് ഒരു കണ്ടീഷൻ ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ ആണ്. അപ്പം ഡിസിഷൻ മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് 2 റിസൾട്ട് ഉണ്ടാവും അല്ലെ, ട്രൂ ഉണ്ടാവും ഫോൾസും ഉണ്ടാവും. ഒരു ട്രൂ റിസൾട്ടും ഉണ്ടാവും, ഒരു ഫോൾസ് റിസൾട്ടും ഉണ്ടാവും. അപ്പൊ അതിന് രണ്ടിനും എന്ത് ചെയ്യുക, 2 ഫ്ലോ നമ്മൾ വരയ്ക്കുക. മനസ്സിലായില്ലേ, 2 ആരോ മാർക്ക് വരയ്ക്കുക അല്ലെ. ഒരു ട്രൂ കേസിന് ഒരു ആരോയും വരയ്ക്കുക, ഒരു ഫോൾസ് കേസിന് ഒരു ആരോയും നമ്മൾ വരച്ചു വെക്കുക. അത് മൂലകളുണ്ടല്ലോ അവിടെ വരച്ചു വെക്കുക, കോർണറിൽ വരയ്ക്കുക. മനസ്സിലായില്ലേ, ആ കോർണറിൽ വരച്ചു വെക്കുക. ഇനി ട്രൂ കേസ് ആണെങ്കിൽ വരയ്ക്കുന്ന ആരോന്റെ മുകളിൽ എന്ത് ചെയ്യുക, ട്രൂ എന്ന് എഴുതി വെക്കുക. ട്രൂ എന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ യെസ് എന്ന് എഴുതി വെക്കുക. യെസ്
എന്ന് എഴുതി വെക്കുക. ട്രൂ കേസ് ആണെങ്കിൽ ആ ആരോന്റെ മുകളിൽ യെസ് എന്ന് എഴുതൽ നിർബന്ധമാണ് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ വെറുതെ ഒരു ഫ്ലോ അവിടെ വരച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ മുകളിൽ യെസ് എന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ട്രൂവിന്റെ സിമ്പിൾ ആയിട്ടുള്ള ടി എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് എഴുതുക, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്യാനാണ്. വീണ്ടും പാരലലോഗ്രാം വരയ്ക്കുക. പ്രിന്റ് എ ഈസ് E1 ആ യെസിന്റെ കേസിൽ അല്ലെ. പിന്നെ താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രൂ ഫോൾസ് കേസ് ഉണ്ട് അല്ലെ. ഫോൾസ് കേസ് ആണെങ്കിൽ എഫ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുക. വീണ്ടും അവിടെ ഒരു പാരലലോഗ്രാം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എ ഈസ് ഓഡ് എന്ന് എഴുതി വെക്കുക. ഓക്കെ. എന്നിട്ട് ആ പ്രിന്റ് എ ഈസ് ഓഡ് എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് എന്ന് എഴുതി വെക്കുക. സ്റ്റോപ്പ് ഏത് സിമ്പിളാണ്, റൗണ്ടഡ് റെക്ടാംഗിളിന്റെ ഉള്ളിൽ സ്റ്റോപ്പ് എന്ന് എഴുതി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ എസ് കേസിൽ ഒരു സാധനം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രിന്റ് എ ഈസ് E1. അവിടെ നിന്ന് ഒരു ഫ്ലോ എങ്ങോട്ട് വരയ്ക്കണം, സ്റ്റോപ്പിലേക്ക് വരച്ചു കൊടുക്കുക, താഴോട്ട്. മനസ്സിലായില്ലേ? ആ പ്രിന്റ് എ ഈസ് E1 എന്ന് എഴുതിയ ആ പാരലലോഗ്രാമിൽ നിന്ന് ഒരു ആരോ എന്ത് ചെയ്യുക, ആ സ്റ്റോപ്പിലേക്ക് വരച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റോപ്പിലേക്ക് കണക്ട് ചെയ്യുക. കാരണം എ ഈസ് E1 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോഗ്രാം ഫ്ലോ എങ്ങോട്ട് പോകണം, സ്റ്റോപ്പിലേക്ക് പോകണം. അത് കാണിക്കാനാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ ഈ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു ഫ്ലോ ചാർട്ടിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. വേറൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ കുറെ പേർക്ക് അറിയാം, കുറെ പേര് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ചെയ്തോളാം. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് വരച്ച് നോക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, അറിയാത്ത കുട്ടികളൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് എനിക്കൊന്ന് വരച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് വിട്ടു തരിക. മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് കണ്ടെത്താനുള്ള അൽഗോരിതം ഒന്ന് എഴുതി നോക്കുക. ഒരു 5 മിനിറ്റ് സമയം തരാം, എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഇത്രയും എഴുതി പറയുന്ന ഇതന്നെ പഠിച്ചാൽ മതി. എക്സാമിന് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒന്നൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഇതില് ഒരു എന്താ പറയാ, വൃന്ദ ശ്രദ്ധിക്കും. വൃന്ദ, ചെക്ക് വെദർ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. എ ബിനേക്കാളും വലുതാണ്, എ സിനേക്കാളും വലുതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് എ ഈസ് ലാർജ്. കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ആരാ വലുത്? എ ആണ് ഇല്ലേ. കഴിഞ്ഞു. പിന്നെ നമുക്ക് ബിനെ എയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ വൃന്ദ? പിന്നെ ബിനെ എ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ വൃന്ദ? വൃന്ദ ലൈനിലില്ലേ? മെസ്സേജ് വിട്ടിട്ടുണ്ടല്ലോ. ആ പറയൂ. പിന്നെ ബിനെ എ ആയിട്ട് കമ്പയർ ചെയ്യണോ? വേണ്ട.
ചെക്ക് വെദർ ഏതിനെ കമ്പയർ ചെയ്താൽ മതി? ബിയും സിയും കമ്പയർ ചെയ്താൽ പോരെ? മതി. ആ അപ്പൊ ആ ഒരു കണ്ടീഷൻ വേണ്ട കേട്ടോ. ഓക്കെ. ബി ഗ്രേറ്റർ ദാൻ എ വേണ്ട, ബാക്കിയൊക്കെ കറക്റ്റാ. ബാക്കിയൊക്കെ കറക്റ്റ്. ഓക്കെ. ഫർഷിത എന്നൊക്കെ എഴുതി വെച്ച് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി അങ്ങനൊന്നും എഴുതരുത് കേട്ടോ. ഒരു കണ്ടീഷനിൽ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി, അല്ലെങ്കിൽ അത് 2 ലൈനിലാക്കി എഴുതുക. അങ്ങനെയാണ് എഴുതണ്ടത് കേട്ടോ. ഫർഷിത ചെക്ക് എ ഗ്രേറ്റർ ദാൻ ബി, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വിട്ടേ. അതേപോലെ ഫർസാന ചെയ്തതില് പിന്നെ എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എ ആണ്, കറക്റ്റ് ആണ്. ദെൻ എൽസ് ദെൻ ലാർജസ്റ്റ് നമ്പർ സി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? എ ബിനേക്കാളും വലുതാണ്, എ സിനേക്കാളും വലുതാന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സി ബിനേക്കാളും വലുതാണോ എന്ന് നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റൂല. അത് എവിടെ പറയുള്ളൂ? ബിനെ സിയു ആയിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പൊ ആ സ്റ്റെപ്പ് 6 അവിടെ വേണ്ട. അവിടെ വേണ്ട. പിന്നെ ലാർജസ്റ്റ് നമ്പർ ഇസ് എ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? ബിനെ സിയു ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ലാർജസ്റ്റ് നമ്പർ ബി ആണ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ സി ആണെന്ന് എഴുതും. പിന്നെ ഇവിടെ ഒക്കെ എഴുതി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ലാർജസ്റ്റ് നമ്പർ എ എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഗോ ടു സ്റ്റെപ്പ് എന്ത് എഴുതണം? സ്റ്റോപ്പിന്റെ സ്റ്റെപ്പ് എത്രയാണോ അത് അവിടെ എഴുതി വെക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ട് എഴുതി വെക്കുക. ഇതാണ് ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ ഒരു ഗോ ടു ലാബിൽ കൊടുത്തിരിക്കണം. ഗോ ടു ലാബിൽ കൊടുത്തിട്ട് സ്റ്റോപ്പ് ഏതാണോ ആ ലാബ് നമ്പർ അവിടെ എഴുതി വെക്കുകയും വേണം. ഓക്കെ, പലരും ശ്രമിക്കുന്നുണ്ട്, അത് തന്നെയാണ് വലിയ കാര്യം. പിന്നെ ശ്രമിക്കുക, നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പോ പ്രോഗ്രാം ഒക്കെ എഴുതേണ്ട കുട്ടികളല്ലേ നിങ്ങൾ? വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതേണ്ട ആളുകളാണ്. അപ്പൊ ഇതിലൊക്കെ നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള കുട്ടികൾ തന്നെ ആവും നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? സ്കില്ലുള്ളവർ തന്നെ ആയിരിക്കും. അപ്പൊ എന്നാലും നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ എയും ബിയും കമ്പയർ ചെയ്യും, അല്ലേ? ചെക്ക് എ ഗ്രേറ്റർ ദാൻ ബി. എയും ബിയും കമ്പയർ ചെയ്യും. എയും ബിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് വലുത് നമുക്ക് കിട്ടി. പക്ഷെ ഉടനെ തന്നെ നമുക്ക് എ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം സി എന്നുള്ള ഒരു തേർഡ് നമ്പറും കൂടെ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നും കൂടെ നോക്കും. എ സിനേക്കാളും വലുതാണോ എന്നും കൂടെ നോക്കും, അല്ലെ? എ സിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷുവർ ആണ് പ്രിന്റ് എ, അല്ലെ? ലാർജസ്റ്റ് ഈസ് പ്രിന്റ് എ. എ എന്നുള്ള നമ്പർ ആയിരിക്കും ലാർജസ്റ്റ്. എൽസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എ അല്ല വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിയും സിയും കമ്പയർ ചെയ്യും. ഇവിടെ നമ്മൾ ആ കമ്പാരിസൺ ചെയ്തിട്ടില്ല, അപ്പൊ ബിയും സിയും കമ്പയർ ചെയ്യും. ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പ്രിന്റ് ബി. കാരണം എന്താ? എന്റെ കേസ് നമ്മൾ നോക്കണില്ല, നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? അപ്പം ബി വലുതാണ് നമ്മൾ എഴുതും. അല്ലെങ്കിൽ ആരാ വലുത്? സി ആണ് വലുത്. ദെൻ എൽസ് സ്റ്റോപ്പ്. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ വരയ്ക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഷുവറായിട്ടും കറക്റ്റാന്ന് പറയുന്നവര് മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പേപ്പറിൽ വരച്ചിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഫ്ലോ ചാർട്ടാണ് ഇപ്പൊ എന്താ പറയാ അൽഗോരിതമാണ് ഇപ്പൊ എഴുതിയത്. അപ്പൊ ഇത്രയൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതുള്ളൂ കേട്ടോ. അതില് പിന്നെ ലാർജസ്റ്റ് നമ്പർ 3 നമ്പേഴ്സും കൂടെ കാണാനുള്ളതാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ലൂപ്പിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. ലൂപ്പിങ്ങിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാൻ പോവാണ്. ലൂപ്പിങ്ങിലെ ക്വസ്റ്റ്യൻ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. ടു ഫൈൻഡ് ദ സം ഓഫ്
ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് അത്. ഈ ഒരൊറ്റ പ്രോബ്ലം പഠിച്ചാൽ തന്നെ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ രൂപത്തിൽ നമ്മൾ എഴുതുന്ന ചെറിയ ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ ഇതിൽ നിന്ന് കുറെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ഈവൺ നമ്പേഴ്സ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം ഈ ഒരു ലീനിയർ അല്ല ഈ ഒരു ലൂപ്പിംഗ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ എന്താണ്? ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഒരു അൽഗോരിതം എഴുതുക. അറിയുന്നവര് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഒരു 2 മിനിറ്റ് സമയം തരാം, ഒന്ന് എഴുതി നോക്കുക. ലൂപ്പിംഗ് ആണ് അല്ലെ? ലൂപ്പിംഗ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ലോജിക് എന്താ വരിക? 1 + 2 + 3 + എക്സെട്ര + n. അതാണ് നമ്മളെ പ്രോബ്ലം. അതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അല്ലെ? n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ്. 1 + 2 + 3 + എക്സെട്ര + n. അതാണ് അല്ലെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വേരിയബിൾ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരൊറ്റ സിംഗിൾ വേരിയബിൾസ് യൂസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ? a = 1, b = 2 അങ്ങനെ എഴുതി സം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എത്രയോ n നമ്പേഴ്സ്. ഒരാൾ ചില ആളുകൾ 100 കൊടുത്തിട്ടുണ്ടാവും, ചിലർ 200 കൊടുക്കുന്നുണ്ടാവും, ചിലർ n 10 കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത്രയും നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അൽഗോരിതത്തിൽ എഴുതുക? ഇത് നല്ലോണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ലൂപ്പിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടും നല്ലോണം തറവാക്കിയാൽ നമുക്ക് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. ഒന്ന് എഴുതി നോക്കുക. അനുരാഗ് നമ്പ്യാർ സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. അനുരാഗ് സ്റ്റാർട്ടിൽ ഒതുങ്ങിപ്പോയല്ലോ. വേറെ ആരും ഇല്ലേ? നുസ്ലാനാസ്, ഇതൊക്കെ ആരാണ് ആള്? ഒന്നുമില്ല, ഒരു കമന്റോ വോയിസോ ഒന്നും കാണുന്നില്ലല്ലോ. നുസ്ല, അനുരാഗ് പുസ്തകമില്ലാന്നല്ലേ? വേണമെന്നില്ല, വോയിസ് ഇട്ടാലും മതി. ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലുള്ളവരുണ്ടാവൂലേ? ചെയ്തു നോക്കിയാ മതി. എനിക്ക് നിങ്ങൾ വോയിസ് ഇട്ടിട്ടുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെയ്തു നോക്കിയാ മതി. ഭാഗ്യലക്ഷ്മി ഇന്നില്ലേ? ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആക്റ്റീവ് ആയിരുന്നല്ലോ.
അപ്പൊ അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും ആരും ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിയട്ടായിരിക്കും അല്ലേ? വൃന്ദ, ഫർസാന അവരൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഫോർ ലൂപ്പ് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഇത് നിങ്ങൾ പ്രോഗ്രാം എഴുതി ശീലമുള്ളതുകൊണ്ടാണ് ഈ ഫോർ ലൂപ്പും ഒക്കെ നമ്മളെ കയ്യിലേക്ക് വരുന്നത്, ഓടി വരുന്നത്. അതായത് ഈ പ്രോഗ്രാം എഴുതിയവർക്ക് ഈ അൽഗോരിതം എഴുതുക പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അറിയില്ല. പക്ഷെ നമുക്കിപ്പോ എഴുതാനുള്ളത് പ്രോഗ്രാം അല്ലല്ലോ. ഈ സെമസ്റ്ററിൽ എഴുതാനുള്ളത് പ്രോഗ്രാം അല്ല, നമുക്ക് അൽഗോരിതം. അപ്പൊ കഴിയുന്നത് ഫോർ ലൂപ്പ് ഒക്കെ ഒഴിവാക്കുക അല്ലെ? അതൊക്കെ അത് ചെയ്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഫോർ ലൂപ്പ് ഒക്കെ വെച്ച് എഴുതിയത്. അത് വലിയ വലിയ അൽഗോരിതം ഒക്കെ ചോദിക്കണമെങ്കിൽ മതി. ഇതിനൊന്നും നമുക്ക് ഫോർ ലൂപ്പിന്റെ ആവശ്യമില്ല കേട്ടോ. ഫോർ ലൂപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഫോർ ലൂപ്പ് എന്നുള്ള ആ കീവേഡ് അങ്ങ് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഫർസാന എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്താ ഫർസാന? സമ്മ് കാണാനാ ഞാൻ പറഞ്ഞത് അല്ലേ? സമ്മ് കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സമ്മ് നീ കണ്ടിട്ടില്ല. പ്രിന്റ് ആയി എന്നേ കൊടുത്തിട്ടുള്ളൂ. അവിടെ നമ്പർ പ്രിന്റ് ചെയ്ത് വരികയുള്ളൂ. അഭിനന്ദ് എന്താ ചോദിച്ചത്? ഏതുണ്ടെങ്കിൽ എന്നാണ് ചോദിച്ചത്? മനസ്സിലായില്ല. അഭിനന്ദ്, ഫോർ ലൂപ്പ് ആണോ എന്താ ഉദ്ദേശിച്ചത്? ഫോർ ലൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ തെറ്റൊന്നുമല്ല. തെറ്റാന്ന് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില എക്സാമിനേഴ്സ് കാരണം നമ്മൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ കഴിയുന്നതും നമ്മളെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഒഴിവാക്കുക എന്നുള്ളതാ. ഇൻസ്ട്രക്ഷൻസിലുള്ള പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസിൽ ഉപയോഗിക്കുന്ന കീവേഡ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ബെസ്റ്റ്. ചില എക്സാമിനേഴ്സിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലരുണ്ടല്ലോ നമ്മുടെ പേപ്പർ നോക്കുന്നവര്, അപ്പൊ അവര് വിചാരിക്കുകയാണ് ഈ ഫോർ ലൂപ്പ് കീവേഡ് എന്തിനാ നിങ്ങൾ യൂസ് ചെയ്തത് എന്ന് വിചാരിച്ച് നമ്മളെ മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ. നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ. അറിയുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ മാർക്ക് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്? വേണ്ടല്ലോ അല്ലേ? ഫോർ ലൂപ്പ് അങ്ങ് ഒഴിവാക്കിയാലും നമുക്ക് വേറെ എന്തൊക്കെ കീവേഡ്സ്, എന്തൊക്കെ വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാം അതിന് പകരം. അത് ഉപയോഗിച്ച് ആൻസർ തെറ്റല്ല കേട്ടോ, തെറ്റല്ല. അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഈഫും ഫോറും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ. അങ്ങനെ ഉപയോഗിക്കേണ്ട കേസ് വരികയും ചെയ്യും. വേറെ ലെങ്തി ആയിട്ടുള്ള അൽഗോരിതം ഒക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഈസും വെതറും ചെക്കൊന്നും വെച്ച് എഴുതാൻ ശ്രമിക്കൂല. പക്ഷെ അത്ര ലെങ്തി ആയിട്ടുള്ള അൽഗോരിതം ഒന്നും ഈ സെമ്മിൽ നിങ്ങൾക്ക് ചോദിക്കൂല. ഈ സെമ്മിൽ അങ്ങനത്തെ ഒരു ലെങ്തി അൽഗോരിതം ഒന്നും ചോദിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ പറയാ, സെക്കൻഡ് ആയാലും തേർഡ് ആയാലും സെമിസ്റ്റർ ആയാലും അവിടെ ഒന്നും അൽഗോരിതം എഴുതാൻ പറയൂല. അവിടെ ഒക്കെ പ്രോഗ്രാം എഴുതാനേ പറയുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് അൽഗോരിതം എഴുതാനില്ലല്ലോ. അപ്പൊ ഈ സെമ്മിലല്ലേ നമുക്ക് അൽഗോരിതം ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ആ പറഞ്ഞ രൂപത്തിൽ ഇൻസ്ട്രക്ഷൻസ് തന്നെ എഴുതി പഠിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പൊ കുറെ പേര് എഴുതിയിട്ടുണ്ട് അല്ലേ? കുറെ പേര് എഴുതിയിട്ടുണ്ട്. ഫോർ ഉപയോഗിച്ച് ചെയ്തവരുണ്ട്, വൈൽ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട് ചിലരൊക്കെ. ഉം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതിനെ ഫോറും വൈലും ഒന്നും ഇല്ലാണ്ട്. ഏലിയ മനോജ് എവിടെ പോയി? ഇവനൊക്കെ നന്നായി ചെയ്യുന്ന ആളായി, ഇവിടെ പോയി? ഒന്നും എഴുതി കാണുന്നില്ല. ഗിരിനാഥ് പോയോ? ആ ഒരു ക്വസ്റ്റ്യനും തന്ന് ആ ഒരു ഒറ്റ തന്ന് പോയി തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യാ? അവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടേണ്ടത് 1+2+3+etc+n ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അതാണ് നമ്മളെ പ്രോസസ്സ് എന്ന് പറയുന്നത്. n വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കാണുക എന്നുള്ളതാ. ഇപ്പൊ നമുക്കിപ്പോ ഈ ഇൻപുട്ട് കൊടുക്കാനുള്ളത് കാര്യം ഏത് മാത്രമേ ഉള്ളൂ? ലിമിറ്റ് മാത്രമേ നമുക്ക് ഇവിടെ ഇൻപുട്ട് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെ? നമ്മൾ എത്ര വരെയുള്ള നമ്പറിന്റെ സമ്മാണ് കാണുന്നത്, ആ ലിമിറ്റ് കൊടുക്കാനേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക? എൻ്റർ ദ ലിമിറ്റ്. അതാണ് നമ്മളെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ് അല്ലേ? സ്റ്റാർട്ടാണ്. ദെൻ സ്റ്റെപ്പ് 2 എന്ത് ചെയ്യും? എൻ്റർ ദ ലിമിറ്റ്. n. ഓക്കെ, ലിമിറ്റ് കൊടുക്കുക. എൻ്റർ ദ ലിമിറ്റ് n. അപ്പൊ നമ്മളിപ്പോ ചില കുട്ടികൾ എന്നിന് 10 ആയിരിക്കും, ചിലർ 100 ആയിരിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ 10 ഇട്ടിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് കേട്ടോ. മനസ്സിലാവാത്തവരെന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ അവിടെ പറയാണ്. n 10 ആയിട്ട് നമ്മളെ മനസ്സിൽ വെക്കുക. എൻ്റർ ദ നമ്പർ n തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ n ഞാൻ 10 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഇവിടെ അഡീഷൻ പ്രോസസ് ആണ് അല്ലെ? 1+2+3+etc+n ആണ്. അപ്പൊ അഡീഷൻ പ്രോസസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അഡീഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഇൻപുട്ട് നമ്മളെ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം, വേണ്ടേ? 2 ഇൻപുട്ട് നമ്മളെ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം അല്ലെ? പ്രോഗ്രാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞാലേ അവിടെ അഡീഷൻ ഓപ്പറേഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ 2 ഇൻപുട്ടും നമ്മൾ കൊടുക്കണില്ല, നമുക്ക് അറിയൂല, നമ്മൾ കൊടുക്കാൻ പോകണില്ല, എൻ്റർ ചെയ്യണില്ല. ആകെ ലിമിറ്റ് മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ 2 ഇൻപുട്ട് നമ്മൾ പ്രോഗ്രാമർ എന്ത് ചെയ്യാണ്? ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. മനസ്സിലായില്ലേ? ഈ 2 ഇൻപുട്ട് നമ്മൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാ. ഇൻപുട്ട് കൊടുക്കല്ല കേട്ടോ, ഇൻപുട്ട് കൊടുക്കല്ല, ഇനീഷ്യലൈസ് ചെയ്യാ. മനസ്സിലായില്ലേ? ഈ ഇൻപുട്ട് കൊടുക്കല്ല, ഇനീഷ്യലൈസ് ചെയ്യാന്നൊക്കെ പറയണത് എന്തിനാണ്? ഇതിന്റെ കറസ്പോണ്ടിങ് അൽഗോരിതം നിങ്ങൾക്ക് വരയ്ക്കാൻ പറയും, അല്ല ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് ചില കുട്ടികൾ തെറ്റിക്കും. ഈ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഈ പിന്നെ നമ്പേഴ്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പാരലലോഗ്രാമിന്റെ അകത്താ വരച്ച് വെക്കുക. പൊട്ട തെറ്റാണത് കേട്ടോ. അതിന് നിങ്ങൾക്ക് മാർക്കേ കിട്ടൂല. ഇനീഷ്യലൈസ് ചെയ്യണതൊക്കെ നമ്മൾ എന്തിലേ എഴുതി വെക്കുള്ളൂ? റെക്ടാങ്കിളിന്റെ അകത്ത് എഴുതി വെക്കുള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നമുക്ക് പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള എലമെന്റ്സ് ആണ്, ഡാറ്റയാണ്. അപ്പൊ എന്താണ്? അപ്പൊ അതിനാണ് ഞാൻ പ്രത്യേകം ഇനീഷ്യലൈസ് എന്നൊക്കെ പ്രത്യേകം പറയുന്നത് കേട്ടോ. അല്ലാതെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത് നിങ്ങൾ. അപ്പം ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്യുക. 2 നമ്പറിനെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോവാണ്, ഇൻപുട്ട് കൊടുക്കല്ല. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 3 എന്ത് ചെയ്ത് വെക്കും? ഇനീഷ്യലൈസ്. ഫസ്റ്റ് നമ്പർ ഏതാ? 1+2+3 എന്നുള്ളതിൽ ഫസ്റ്റ് നമ്പർ 1 ആണ് അല്ലെ? ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ ഇനീഷ്യലൈസ് i = 1 എന്നാണ് എഴുതി വെക്കുക, ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. ഇൻപുട്ട് കൊടുക്കുകയല്ല കേട്ടോ. ഇനീഷ്യലൈസ് i = 1. അപ്പൊ അതാണ് നമ്മളെ ഫസ്റ്റ് നമ്പർ. നമുക്ക് ഒരു നമ്പർ കിട്ടി. ഇനി വേറൊരു നമ്പറും കൂടെ കിട്ടിയാലേ നമുക്ക് അഡീഷൻ പ്രോസസ്സ് നടക്കുള്ളൂ അല്ലെ? അപ്പൊ വേറൊരു നമ്പർ കിട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മൾ സമ്മാണ് കാണാൻ പോണത്. അപ്പൊ സമ്മിലാണ് നമ്മളെ റിസൾട്ട് ഉണ്ടാവുക, അവസാനത്തെ റിസൾട്ട് സമ്മിലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അഡീഷൻ ആയതുകൊണ്ട് നമ്മൾ സമ്മിനെ അവിടെ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. സം = 0 അല്ലെ? അഡീഷൻ ആയതുകൊണ്ടാണ് 0യിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നത് കേട്ടോ. അഡീഷൻ ആയതുകൊണ്ടാണ് 0യിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാ തന്നെങ്കിൽ ഒരിക്കലും പ്രൊഡക്റ്റില് അല്ലെങ്കിൽ സമ്മില് 0 പോയി ഇനീഷ്യലൈസ് ചെയ്യരുത്. അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിന് പകരം ഞാൻ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻ തരണമെങ്കിൽ അവിടെ s = 0 എന്ന് എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് 0 തന്നെ കിട്ടുക. മനസ്സിലായില്ലേ?
അപ്പൊ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആര് ഫർസാൻ അജ്മല PC ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സമ്മിൽ ഞാൻ അവിടെ 0 ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പൊ ഇത് ഇങ്ങനത്തെ കേസുകളിലാണ് അത് കൊടുക്കുക കേട്ടോ. അജ്മലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സമ്മില് S=0 എന്നും കൂടെ ഇനീഷ്യലൈസ് ചെയ്യും. അപ്പൊ രണ്ട് വേരിയബിൾ, രണ്ട് ഡാറ്റ നമ്മളെ കയ്യിൽ കിട്ടി അല്ലെ. ഐയിൽ 1ഉം സമ്മില് 0യും, രണ്ട് ഡാറ്റ നമ്മളെ കയ്യിൽ കിട്ടി. അപ്പൊ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, നമുക്ക് നമ്മളെ സമ്മാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഞാനിപ്പം ഇനീഷ്യലൈസ് ചെയ്തു I=1. ഇനിയിപ്പോ ഒരു കുട്ടി പിന്നെ എന്നിന് അതായത് ലിമിറ്റ് 1 എന്നാ കൊടുത്തതെന്ന് വിചാരിക്കുക. ലിമിറ്റ് 1 എന്നാ കൊടുത്തതെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ അത് മാത്രം ആഡ് ചെയ്തിട്ട് എസും ഐയും ആഡ് ചെയ്തിട്ട് ആ എസ് അവിടെ പ്രിന്റ് ചെയ്ത് പോയാൽ മതി, ലിമിറ്റ് 1 കൊടുത്തതെങ്കിൽ അല്ലേ. അപ്പൊ നമ്മള് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, S+I എന്ന് എഴുതി വെക്കുക. S+I. S+I. S+I എന്ന് പറഞ്ഞാല് എസിൽ ഇപ്പം ഉള്ള വാല്യൂ 0 ആണ്, ഐയിൽ ഇപ്പൊ ഉള്ള വാല്യൂ എത്രയാണ്, 1 ആണ് അല്ലെ. അപ്പൊ 0 + 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമ്മിൽ എന്താ ഉണ്ടാവുക, സം=1 എന്നാണ് ഉണ്ടാവുക. സം=1 എന്നാണ് ഉണ്ടാവുക അല്ലെ. ഇനി ഇപ്പൊ സമ്മ് നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സമ്മിൽ നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ആ 1ലേക്ക് അടുത്ത 2 ആഡ് ചെയ്യണം അല്ലെ. അടുത്ത 2 ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണം, ആദ്യം ഈ ഐയിലാണ് നമ്മളെ 1 എന്നുള്ള ഇനീഷ്യൽ വാല്യൂ ഉള്ളത്. ഈ 1ലേക്ക് 2 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഐനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് ഐയിലേക്ക് I+1 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. അത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്, നമ്മൾ കൊടുത്ത ലിമിറ്റ്, നമ്മൾ എൻ്റർ ചെയ്ത ലിമിറ്റ് നമ്മൾ കൊടുത്ത നമ്പറിനേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ കൊടുത്ത ലിമിറ്റ് n1 ആണെങ്കിൽ ഇനി നമ്മൾ I ഇൻക്രിമെന്റ് ചെയ്യേ, സമ്മ് കാണാൻ പോവേ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതി വെക്കും, ചെക്ക് I< n എന്ന് എഴുതി വെക്കുക. ചെക്ക് I< n അല്ലെ. ഐയിൽ ഇപ്പൊ ഉള്ള വാല്യൂ എന്താണ്, 1 ആണ് അല്ലെ. നമ്മൾ കൊടുത്ത n എന്താണ് പറഞ്ഞിരിക്കുന്നത്, 10 എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അല്ലെ. 10 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഐയിൽ 1 ആണ്. അപ്പൊ 1 10നേക്കാളും ചെറുതാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഐ 10നേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് യെസ് ആണെങ്കിൽ, അതായത് I< n ആണെങ്കിൽ, അല്ലെങ്കിൽ I< n ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐ ഇൻക്രിമെന്റ് ചെയ്യണം വേണ്ടേ. I=I+1 എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. എന്നിട്ട് നമ്മൾ ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഗോ ടു S+I എന്നുള്ള ഒരു പ്രോസസ് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, അവിടേക്ക് ഇതിനെ കൊണ്ടുപോവുക. ആ സ്റ്റെപ്പ് എത്രയാണോ ആ സ്റ്റെപ്പിന്റെ നമ്പർ അവിടെ എഴുതി വെക്കുക. ഗോ ടു സ്റ്റെപ്പ് 4 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 3. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എൽസ് I< n അല്ലെങ്കിൽ, അതായത് I നമ്മൾ കൊടുത്ത ലിമിറ്റ് കൊടുത്ത നമ്പറുമായിട്ട് അവിടെ ആ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സമ്മിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അതിനെ നമ്മൾ അവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുക. പ്രിന്റ് സമ്മ് ഓർ പ്രിന്റ് എസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനത്തെ ലാസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റോപ്പ് എന്ന് എഴുതി വെക്കുക. ഈ സാധനം ഇത് വേറെ രൂപത്തിൽ ചിലർ എഴുതി വെക്കും. ആദ്യം തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലെ, എന്നിട്ട് നമ്മൾ പ്രോസസ് ചെയ്യും, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, സമ്മിൽ ആദ്യമേ 1 ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നേരിട്ട് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് യെസ് ആണെങ്കിൽ, കണ്ടീഷൻ യെസ് ആണെങ്കിൽ മാത്രം സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യുക അല്ലെ. ആ ഒരു മെത്തേഡാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെ. എസ്സിൽ 1 ഇനീഷ്യലൈസ് ചെയ്തിട്ട് ചെയ്ത ഒരു മെത്തേഡാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇതിനേക്കാളും കൂടുതൽ നല്ലത് അഡീഷൻ പ്രോസസ് ഒക്കെ വരുന്ന സമയത്ത് സമ്മിൽ 0 ഇനീഷ്യലൈസ് ചെയ്ത് ചെയ്യാണ് നല്ലത്. മറ്റത് തെറ്റാന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇത് കൂടുതലായിട്ട് അറിയണം, മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് തരിക.
എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ ഇതൊന്ന് വൃത്തിക്ക് ഒന്ന് എഴുതുക കേട്ടോ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 എൻ്റർ ദ ലിമിറ്റ്, സ്റ്റെപ്പ് 3 ഇനീഷ്യലൈസ്, സം ഇസ് ഈക്വൽ ടു 1, ഐ ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ സം ഇസ് ഈക്വൽ ടു 0, ഐ ഇസ് ഈക്വൽ ടു 1 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഓക്കെ, ദെൻ എന്ത് ചെയ്യാ, ഇഫ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ തന്നെ ഐ ഇൻക്രിമെന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു കണ്ടീഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇഫ് ഐ ഇസ് ഈക്വൽ ടു, ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1, ദെൻ ഗോ ടു സ്റ്റെപ്പ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ എന്നുള്ള സ്റ്റെപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് സമ്മ് ദെൻ സ്റ്റോപ്പ്. ഇതിന്റെ ഫ്ലോ ചാർട്ടും വരയ്ക്കണം. അപ്പൊ കഴിയണത് എന്ത് ചെയ്യുക, ഫോറും വൈലും എന്നുള്ള ആ 2 കീവേഡ് അങ്ങ് ഒഴിവാക്കുക. അതിന് പകരം കണ്ടീഷൻ ഈസോ വെതറോ ഉപയോഗിച്ചാൽ മതിയല്ലോ നമുക്ക്. പിന്നെ ആ ലൂപ്പല്ലേ വരുന്നത്, ഗോ ടു യൂസ് ചെയ്താൽ മതി കേട്ടോ. ഫോർ ലൂപ്പിനൊക്കെ പകരം ഈസും ഗോ ടുവും യൂസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇനി ഇതേ പ്രോബ്ലം തന്നെ ഈ ലീനിയർ, അതായത് ഈ സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന് പകരം നിങ്ങളോട് എന്ത് പറയും, സം ഓഫ് ദി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ സമ്മ് കാണുമ്പോൾ എങ്ങനെ എഴുതി വെച്ചാൽ മതി, ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുക, 1ൽ ഇനീഷ്യലൈസ് ചെയ്യുക അല്ലെ, ഐ ഇസ് ഈക്വൽ ടു 1 തന്നെ ഇനീഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സമ്മ് സം പ്ലസ് ഐ തന്നെ. ഐ ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2 എന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. 1 കഴിഞ്ഞാൽ പിന്നെ 3 അല്ലേ നമുക്ക് കിട്ടണ്ടേ, 3 കഴിഞ്ഞാൽ പിന്നെ 5 അല്ലേ കിട്ടണ്ടേ, അങ്ങനെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എഴുതുക. ഈവൺ ആണെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഐയിൽ 2 ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2, 4, 6 ആ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടും. ഐ പ്ലസ് 2 തന്നെ കൊടുക്കുക. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ചിലപ്പോൾ ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും, പ്രോഡക്റ്റ് കാണാൻ പറയും. ഈ പ്രോഡക്റ്റ് കാണാൻ പറയുന്ന സമയത്തും എന്ത് ചെയ്താൽ മതി, എസ്സിൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇനീഷ്യലൈസേഷൻ 1 കൊടുക്കുക, 0ക്ക് പകരം 1 കൊടുക്കുക. മനസ്സിലായില്ലേ, എസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് കാണുക, എസ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ 3 ചോദ്യം, അതായത് പ്രൊഡക്റ്റ് കാണാനുള്ള ഈ ചോദ്യം, ഒരു ഈവൺ നമ്പർ കാണാനുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വർക്കായിട്ട് തരികയാണ്. നിങ്ങൾ അത് അൽഗോരിതം എഴുതുക, അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടും വരയ്ക്കുക കേട്ടോ. അത് വേണം എന്നുള്ളവരൊന്ന് വരച്ചിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് തന്നാൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ അതിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത്, ഇതുവരെ ചോദിച്ചതിൽ വരുന്നത് ഫാക്ടോറിയൽ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാൻ, അത് ലൂപ്പിംഗ് വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാക്ടോറിയൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ലൂപ്പിംഗ് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ചോദിച്ചിട്ടുണ്ട്. ഫാക്ടോറിയൽ കാണാൻ നിങ്ങൾക്ക് അറിയണതാണ്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാക്ടോറിയൽ, ആർക്കെങ്കിലും അറിയൂലേ ഫാക്ടോറിയൽ ഒക്കെ അറിയുന്നുണ്ടാവും, എത്രയോ പ്രാവശ്യം നിങ്ങൾ പ്രോഗ്രാം ഒക്കെ ചെയ്തതാണത്. ഫാക്ടോറിയൽ ഒക്കെ എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ, ബിൻസൺ ബിനോയ് എന്നുള്ള ഒരാളില്ലേ അതില്, ഒന്ന് പറഞ്ഞു ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ. കുറെ ആളുകൾക്ക് ഇതിൽ അറിയണതാണ്, പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്ന ആളുകൾ തന്നെ. ചിലരൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെറുതെ ഇങ്ങനെ ഇരിക്കാന്നാ തോന്നുന്നു അല്ലേ. എക്സാം എന്നാ നിങ്ങൾക്ക്, എക്സാമിന്റെ ഡേറ്റ് എന്നാ, എക്സാം ഏത് ഡേറ്റിലാ വരിക, 8-ാം തീയതിയോ, ഫെബ്രുവരി 8 ഈ മാസം, അതെ ഫെബ്രുവരി അല്ലത്, ഫെബ്രുവരി 8 അല്ലേ. അപ്പൊ എക്സാം അടുത്ത്, അപ്പൊ ഇനി നമുക്ക് സമയമൊന്നുമില്ല. അപ്പൊ നിങ്ങളിപ്പോ ശരിക്കും ഇപ്പൊ നല്ലോണം ഇതൊക്കെ എഴുതി വർക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് അല്ലേ.
എന്നിട്ട് പിന്നെ ചോദിച്ചിട്ട് ഒരു റെസ്പോണ്ട് ഒന്നും ഇല്ലാത്ത ആരിൽ നിന്ന് നമുക്ക് പാസ്സാവണ്ടേ, ഫസ്റ്റ് സെം പാസ്സാവണ്ടേ? നാളത്തോടു കൂടി നമ്മളെ ക്ലാസ് അവിടെ തീരും, തിയറി ക്ലാസ്. ഇനി ഒരൊറ്റ ബ്ലോക്ക്, അതായത് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റുള്ള ഒരൊറ്റ ചെറിയൊരു ടെക്സ്റ്റാണ്, അധികം കട്ടിയൊന്നും കനമൊന്നും ഇല്ലാത്തൊരു ടെക്സ്റ്റ് അല്ലേ. അതിന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നാളെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ നമ്മളെ തിയറി അവിടെ കഴിയും. പിന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലേ. ഞാനീ പറഞ്ഞെന്ന ആ ഭാഗങ്ങൾ തന്നെ നല്ലോണം ഒന്ന് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാം. അപ്പൊ ഈ ഭാഗമാണ് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സാധനം. അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്ത് പറയുന്നത്. മിസ്, ഞാൻ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു പോർഷനിൽ എന്തായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞുതരും. എന്തായാലും നമുക്ക് ലാസ്റ്റ് സമയം, എന്തായാലും അടുത്ത നാളെയും കൂടെ അല്ലേ ക്ലാസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എന്താ പറയാ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യും. കാരണം ഇപ്പൊ ചില ക്ലാസ്സുകളിൽ ഇതിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട്, കാണുന്നുണ്ട്, ലിസ്റ്റിൽ കാണുന്നുണ്ട്, ഒരുപാട് പേരുണ്ട് ഇതിൽ. ഒന്നുകൂടെ പറയും. പക്ഷെ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കണം. ഇന്നത്തെ ഓരോ ദിവസവും കുറച്ച് ചെറിയ ഞാൻ കഴിഞ്ഞ സാറും പറഞ്ഞിരുന്നു, നിങ്ങൾ അസൈൻമെന്റ് നന്നായിട്ട് എഴുതിയ കുട്ടികളാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ, വായിച്ചെഴുതിയവരാണെങ്കിൽ. അല്ലാതെ ജസ്റ്റ് PDF നോക്കി കോപ്പി ചെയ്തവരാണെങ്കിൽ കാര്യം പ്രശ്നമാണ്. എന്തായാലും പറയും, ഒന്നുകൂടെ പറയൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് ചോദിച്ചെന്തായിരുന്നു? ഫാക്ടോറിയൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് ലൂപ്പിങ്ങിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. അറിയാം, എല്ലാവരും പല കുട്ടികൾക്കും അറിയുന്നതാണ് ഫാക്ടോറിയൽ അല്ലെ. ഒരു 5 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 2 ഫാക്ടോറിയൽ അങ്ങനെയാണല്ലേ. 5ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 × 4 × 5 അല്ലെ. 5 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കാണുക, 5 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കാണുക, അതാണ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. 10 ഫാക്ടോറിയൽ ഇതിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 to up to 10 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതന്നെ അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതാണ് ഫാക്ടോറിയൽ. അതൊക്കെ എത്രയൊക്കെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അപ്പൊ അത്ര ടഫ് ഒന്നുമല്ല. അപ്പൊ ഫാക്ടോറിയൽ കാണാനുള്ള അൽഗോരിതം ഒന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് എഴുതുവോ എല്ലാരും? കാരണം നമുക്ക് പരീക്ഷ അടുത്തല്ലോ, ഇനി ദിവസമില്ല. ഫാക്ടോറിയൽ ഒന്ന് ചെയ്ത് നോക്കുക. 1 × 2 × 3 × up to n. ട്രൈ ചെയ്യാം. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അൽഗോരിതം അവിടെ നിർത്താം. അൽഗോരിതം ഫ്ലോ ചാർട്ടും ബാക്കി ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് വീട്ടിലിരുന്ന് ചെയ്തിട്ട് അതിന്റെ ഫ്ലോ ചാർട്ടും വരയ്ക്കണം കേട്ടോ. ഫ്ലോ ചാർട്ടാണ് കാര്യമായിട്ട് കിട്ടേണ്ടത്, കാരണം അത് ആരും വരച്ച് കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് വരച്ചൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക.
നിങ്ങൾ ചെയ്തോളാം, സാവധാനം ഇരുന്നിട്ട് ചെയ്തോളാം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചു ആണല്ലോ. ആരും റിപ്ലൈ തരണമൊന്നുമില്ല. ഫാക്ടോറിയൽ കാണാനുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അതിൻ്റെ അൽഗോരിതമൊക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പം പിന്നെ ആരാ ഫർസാന ചോദിച്ചില്ലേ ഫസ്റ്റ് ബ്ലോക്കിൽ എന്തൊക്കെയാണ് റിപ്പീറ്റേഷൻ വരുന്നതെന്ന്? അല്ല ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്? ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ എന്തായിരുന്നു ആ ചാപ്റ്ററിൽ വരുന്നത്? ബ്ലോക്കിന്റെ കയ്യിലില്ല ഇപ്പോൾ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയാൻ കിട്ടാത്തത്. പിന്നെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. യെസ് വോൺ ന്യൂമാൻ ആർച്ചർ. പിന്നെന്തായിരുന്നു? ജനറേഷൻ. ജനറേഷൻ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ അല്ലേ? അല്ല വേറെ ഉണ്ടായിരുന്നത് IC ഇന്റഗ്രേറ്റഡ് ചിപ്പ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ അല്ലേ? അതെ. ബൈനറി കോഡ്, യൂണിക്കോഡ്. പിന്നെ കൺവേർഷൻ, അതൊക്കെ കൺവേർഷൻ അത് സെക്കൻഡ് ബ്ലോക്കിലാന്ന് തോന്നുന്നു അല്ലേ? ASCII ആൻഡ് യൂണിക്കോഡ്. യെസ്, ആസ്കി ആൻഡ് യൂണിക്കോഡ്. അതാ പറഞ്ഞ മാറിപ്പോയി. പിന്നെ എത്രയൊക്കെയാണ് ആ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്? ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ? അപ്പൊ ഇനി ഇന്നിപ്പോ ഞാൻ തന്ന ക്വസ്റ്റ്യൻ നാളെ ഒന്നുകൂടെ ഞാനത് റിവൈൻഡ് മൊത്തത്തിൽ ഒന്ന് പറയട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ബ്ലോക്ക് ഇല്ല, ആ ടെക്സ്റ്റ് ഒന്നും കയ്യിലില്ല, ഇന്ന് നോക്കാന്. ഇന്നിപ്പോ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ സാവധാനം ഇരുന്ന് ചെയ്തോളാം, ഫാക്ടോറിയൽ കാണാനുള്ളത് കേട്ടോ. നാളെ നമുക്കൊരു ക്ലാസ് കൂടെ ഉണ്ടല്ലോ, നോക്കാം. അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ പിന്നെ ഈ ബ്ലോക്കിൽ ഇനി വരാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാല് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസസ്, OSന്റെ സർവീസ്, 2-3 സർവീസ് നിങ്ങളോട് എഴുതാൻ പറയാറുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസസ് അല്ലെ? അതെന്തൊക്കെയാന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോള്, പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോവാനുള്ള, വെറുതെ നമ്മളിങ്ങനെ വായിച്ച് സമയം പോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാ. OSന്റെ സർവീസ് ഏതെങ്കിലും 2 എണ്ണമൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രോസസ് കൺട്രോൾ മാനേജ്മെന്റും മെമ്മറി മാനേജ്മെന്റാണ്. അല്ലെങ്കിൽ വാട്ട് ആർ ദ സർവീസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ തന്നെ ചോദിക്കും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനത്തെ ഒക്കെ എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് OS എന്താന്ന് എഴുതി വെക്കുക, അതിന്റെ സർവീസസ് 1 by 1 ആയിട്ട് ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ പോയിന്റ് ആക്കി എഴുതി വെക്കുക ആദ്യം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ചിലപ്പോ പിന്നെ താഴോട്ട് കുറേ പോയിന്റ് ചെയ്യും. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നും നന്നായിട്ട് ഈ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു വേം, ട്രോജൻ അത് ഷോർട്ട് നോട്ട് ആയിരിക്കാറ്. അപ്പൊ നിങ്ങളെ ചിലരെ കൊടുത്തിട്ട് 20 മാർക്കിനൊക്കെയാണ് അത് ചോദിക്കുക. മനസ്സിലായില്ലേ? 20 മാർക്കൊക്കെ അവിടുന്ന് കുറേ, ആകെ 40 മാർക്ക് പോലെ നിങ്ങൾക്ക് പാസ്സാവാന്. 20 മാർക്കിനൊക്കെ അങ്ങനത്തെ ഷോർട്ട് നോട്ട് ചോദിച്ചു. അപ്പൊ ഈ കമ്പ്യൂട്ടർ വൈറസും അതൊക്കെ എല്ലാവർക്കും സാധാരണ കേട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതിന്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വെക്കാം. പിന്നെ സ്പൈവെയർ അതൊക്കെ
പിന്നെ ആർക്കിടെക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, മെയിൻ ഫ്രെയിം ആർക്കിടെക്ചറും ക്ലയന്റ് സെർവറും ഒക്കെ 2 ടയർ ആൻഡ് 3 ടയർ അതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുക. അത് അധികം 3 ടയർ ആർക്കിടെക്ചർ ഒക്കെ ചോദിച്ചത്. അതിന്റെ ആ പിക്ചർ വരച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ പ്രോഗ്രാമിംഗ് എലമെന്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ അൽഗോരിതം, ഫ്ലോ ചാർട്ട്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു ചോദ്യമൊന്നും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. വിൻഡോസിലുള്ള കുറച്ച് ഇത് അതൊന്നും അങ്ങനെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് അങ്ങനെ ചോദിക്കാറില്ല. ക്രിയേറ്റിംഗ് എ ടേബിൾ ഇൻ വേർഡ് ഇതൊക്കെ നമുക്ക് അറിയണതല്ലേ, അങ്ങനെ ആലോചിച്ചാൽ തന്നെ കിട്ടും. ഒരു വേർഡിൽ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതൊന്നും അങ്ങനെ നമുക്കിനി പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. അതൊന്നും തിയറി പാർട്ടിൽ അങ്ങനെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഈ ബ്ലോക്കിൽ കാര്യമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പിന്നെ സർവീസസ് പഠിച്ചു വെക്കുക. പിന്നെ എലമെന്റ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പിന്നെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ വൈറസ്, വോംസ് അതൊക്കെ. പിന്നെ സോഫ്റ്റ്വെയർ എന്താ, അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ അതും ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസും പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജിന്റെ പ്രത്യേകതകൾ. അത് മൂന്നെണ്ണം ഞങ്ങൾക്ക് ഇതിൽ പറയുന്നുള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. അത്രയൊക്കെയാണ് ഈ ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി വരുന്നത് മൂന്നാമത്തെ ബ്ലോക്കാണ്. മൂന്നാമത്തെ ബ്ലോക്കിൽ കുറച്ച് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റുകളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളെ ഒരു ക്ലാസ് കൂടെ ഉണ്ടല്ലോ, അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ അത്. അപ്പം പിന്നെ ഇത് എഴുതിയോ? അത് പിന്നെ ഞാനിപ്പോ തന്ന ചോദ്യം എഴുതിയോ? അടുത്ത ക്ലാസ് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് സമയമുണ്ട്, കുറച്ച് സമയം കൂടെ ഉണ്ട്. ഞാൻ 1-2 അൽഗോരിതം കൂടി എഴുതാം. മറ്റേ തേർഡ് ബ്ലോക്കിന്റെ കയ്യിലില്ല ഡിസ്കസ് ചെയ്യാന്. അത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാറുണ്ടോ? ലാബ് കോഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു ലാബ് കോഴ്സിനുള്ള ടെക്സ്റ്റ് ബുക്കുള്ള കയ്യിലില്ലേ? ലാബ് കോഴ്സ് ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടോ? ഉറങ്ങിപ്പോയോ? ആരും ഒരു മെസ്സേജും ഇല്ല. ഉണ്ട്. ആരെങ്കിലും ഒക്കെ ചെയ്തു നോക്കുന്നുണ്ടോ? അതിൽ ലിനക്സ്, വിൻഡോസ് എല്ലാവർക്കും അറിയണതാ. വിൻഡോസ് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ലിനക്സ് ആണ് പിന്നെ നമുക്ക് കുറച്ച് കമാൻഡ്സും ചെറിയ ചെറിയ ഷെൽ സ്ക്രിപ്റ്റേ പഠിക്കാനുള്ളൂ അല്ലേ? വളരെ ചെറിയ ഷെല്ല് ഏതോ 2 പ്രാവശ്യം ഷെല്ല് ചോദിച്ചിട്ടുണ്ട്. അത് അഥവാ ചോദിച്ചാൽ ചെയ്യാന്ന് മാത്രം. പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടുമായിരിക്കും, അന്നേരം നമുക്ക് ചെയ്തു നോക്കാം. പ്രാക്ടിക്കലിന്റെ എക്സാം എപ്പോഴാണ് വരുന്നത്? ടൈം ടേബിളിന്റെ കൂട്ടത്തിൽ അതില്ലല്ലോ. അത് നിങ്ങളെ തിയറി ടൈം ടേബിളിന്റെ കൂടെ ഉണ്ടാവില്ല. അത് പിന്നെയാണ് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യുക. മനസ്സിലായില്ലേ? തിയറി കഴിഞ്ഞിട്ടാണ് അതിന്റെ ടൈം ടേബിൾ ഇടുക. നിങ്ങളിപ്പോ ഈ ഡിസംബറിൽ എക്സാം നടക്കേണ്ട കുട്ടികളാണോ? അത് ശരി.
ഡിസംബറിൽ എക്സാം എഴുതേണ്ടിയിരുന്നവരാ അല്ലേ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഒക്കെ കിട്ടിയിട്ട് കുറെ ആയിട്ടുണ്ടാവും അല്ലേ? മെറ്റീരിയൽ ഒക്കെ കയ്യിൽ കിട്ടിയിട്ട് കുറെ ആയില്ലേ? മെറ്റീരിയലും കയ്യിൽ കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കി പഠിച്ച കുട്ടികളാവുമല്ലോ, വായിച്ചിട്ടുണ്ടാവൂലേ? എല്ലാരും ജോബ് ഉള്ളവരാ? ഒരുവിധ ആൾക്കൊക്കെ ജോബ് ഉണ്ടാവൂലേ? ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല. ക്ലാസ് നമുക്ക് നടത്തിയിട്ടില്ലല്ലോ. പക്ഷെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവാത്ത ഭാഗങ്ങളൊന്നും നമ്മളെ ഈ ഫസ്റ്റ് സെമ്മിലില്ല കേട്ടോ. ഏകദേശം മനസ്സിലാവണ തന്നെയാണ്. പക്ഷെ വായിക്കാൻ ഒരുപാടുണ്ട്. അത് വായിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ പേടിക്കണ പോലെ ടഫ് ഒന്നും ആവില്ല ക്വസ്റ്റ്യൻസ് കേട്ടോ. അത്ര വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഒക്കെ നമുക്ക് പരിചിതമായ ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ തന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കിയോ? ശ്രമിച്ചോ? ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, പിന്നെ ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന്. ഇഗ്നോയുടെ സൈറ്റിൽ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇന്നിപ്പോ ഞാനിപ്പോ ഈ തന്ന ഫാക്ടോറിയലും കൂടെ നമുക്കൊന്ന് ചെയ്ത് തീർത്താടാ. ഇപ്പൊ നാളത്തേക്ക് വെക്കണ്ടത്. ചെയ്യാൻ അറിയുന്നവരും ചെയ്യാൻ അറിയാത്തവരും ഒക്കെ ഉണ്ടാവും. ഫാക്ടോറിയല് ആരും ചെയ്തതായി കാണുന്നില്ലല്ലോ. ആരും എന്താ ചെയ്ത് നോക്കാത്ത? നാളത്തേക്ക് വെച്ചോണ്ട് അവിടെ വെച്ചതായിരിക്കും അല്ലേ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ അത്. ഫാക്ടോറിയൽ കാണാന് ഹിന്റ് തരാ. അറിയുന്നവരവിടെ എഴുതി നോക്കുക കേട്ടോ. ഫാക്ടോറിയൽ കാണാൻ ഞാൻ പറഞ്ഞു 1 × 2 × 3 × 4 ഇപ്പോൾ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ ×5 വരെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അത് ലൂപ്പിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇടാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് വേണം? നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്, അഡീഷൻ അല്ല അല്ലെ? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾക്ക് നമ്മളെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അഡീഷനെ പോലെ നമ്മളെ കയ്യിൽ 2 ഓപ്പറൻസ് വേണം അല്ലെ? 2 ഓപ്പറൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രൊഡക്റ്റ് ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. അപ്പൊ 2 ഓപ്പറൻസ് വേണം. അപ്പൊ നമ്മൾ ആ ഓപ്പറൻസിന് നമ്മൾ എന്ത് ചെയ്യാ? ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്യാം. മനസ്സിലായില്ലേ? എൻ്റർ എന്താ? എൻ്റർ ദ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും അല്ലെ? അവിടെ എൻ്റർ ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത് നമ്പർ ആണ്. നമ്പറിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. എൻ്റർ ദ നമ്പർ. n ആണെങ്കിൽ n. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പിന്നെ ഇപ്പൊ n എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു 5 ആണ് കൊടുക്കണമെങ്കിൽ 5 എന്നുള്ള ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട് അല്ലേ? എന്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
അതായത് ഫാക്ടോറിയലാ കാണുന്നത് അല്ലേ? ഫാക്ടോറിയൽ. അപ്പൊ ഒരു നമ്പർ മാത്രം കിട്ടിയാൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒന്നിനെ നമ്മൾ തന്നെ അസ്യൂം ചെയ്യാൻ പോവാ. ഫാക്ട് ആണ് കാണാൻ പറഞ്ഞത്, അതുകൊണ്ട് ഫാക്ട് തന്നെ നമുക്കൊരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഫാക്ട് ഇസ് ഈക്വൽ ടു 1 അല്ലെ? പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് 1 ഇനീഷ്യലൈസ് ചെയ്യുന്നത്, 0 ഇനീഷ്യലൈസ് ചെയ്ത് പോവരുത് കേട്ടോ. ഫാക്ട് ഇസ് ഈക്വൽ ടു 1. ഇനി എന്താ ചെയ്യാൻ പോണത്? നമ്മൾ പ്രൊഡക്റ്റ് കാണാൻ പോവാണ് അല്ലെ? അതായത് ഫാക്ട് കാണാൻ പോവാണ്. ഫാക്ട് ഇസ് ഈക്വൽ ടു പല മെത്തേഡിലും ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഞാൻ എന്റെ ലോജിക്കാ പറയുന്നത്, നിങ്ങളെ ലോജിക്കിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ കഴിയുന്നതും എന്ത് യൂസ് ചെയ്യാ, പിന്നെ വൈലും അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ മാറ്റിയിട്ട് ചെയ്യാം. വൈലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ആ പ്രോഗ്രാം ഫ്ലോ ആ ഇൻസ്ട്രക്ഷൻസ് എഴുതി എടുക്കാൻ പറ്റും അല്ലേ? വൈൽ ഗ്രേറ്റർ ദാൻ 0 എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ അൽഗോരിതം ആയതുകൊണ്ട് നമ്മളത് കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പൊ ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എൻ എന്ന് ഞാനുള്ള അങ്ങനെ ഒരു പ്രോസസ്സ് ഞാൻ അവിടെ എഴുതി വെച്ചു എന്ന് വിചാരിക്കാം. ലോജിക് അറിയാത്തവന് നല്ലോണം ശ്രദ്ധിച്ചോളാം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? എന്നിനെ എൻ്റർ ചെയ്തു അല്ലെ? എന്നിനെ എൻ്റർ ചെയ്തു, ഫാക്ടിൽ 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് അടുത്ത പ്രോസസ്സ് ഞാൻ എഴുതി ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എൻ. ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എൻ അല്ലെ? ഫാക്ടിൽ ഇപ്പൊ ഇനീഷ്യലൈസ് ചെയ്ത സാധനം എന്താണ്? 1 ആണ്. എന്നില് എന്താ ഉള്ളത്? നമ്മൾ കൊടുത്ത നമ്പർ ഉണ്ടാവുക. 5 ആണെങ്കിൽ 5 എന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇപ്പൊ ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാല് അവിടെ നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഫാക്ടിന്റെ സ്ഥലത്ത് 1ഉം എന്നിന്റെ സ്ഥലത്ത് 5ഉം കൊടുത്താൽ ഇപ്പൊ ഫാക്ടിൽ ആരാ ഉണ്ടാവുക? 5 എന്നാണ് ഉണ്ടാവുക. 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് 5 അല്ലെ? ഇനി ഈ 5ലേക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോണം? 4 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ? അതായത് 1 to 5 ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് വരേണ്ടത്. ഇപ്പൊ ഞാനിവിടെ നമ്പർ തന്നെ എടുത്തതുകൊണ്ട് 5 into 4 into 3 into 2 into 1 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എനിക്ക് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളത് വളഞ്ഞു തിരിഞ്ഞു പോണ്ട, നമ്മളെ കയ്യിലുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ 5 എന്നുള്ള ഒരു റിസൾട്ട് ഫാക്ടിലുണ്ട്. ഇനി 5ലേക്ക് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 4നെയാണ് അല്ലെ? 5 into 4 into 3 into 2 into 1 ആണ് 5 ഫാക്ടോറിയൽ. അപ്പൊ 5ലേക്ക് 4 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എന്നില് എന്ത് ചെയ്യണം? എന്നിനെ ഡിക്രിമെന്റ് ചെയ്യണം. മനസ്സിലായില്ലേ? എന്നിനെ ഞാൻ ഡിക്രിമെന്റ് ചെയ്യാൻ പോവാണ്. n is equal to n minus 1. മനസ്സിലായോ? അപ്പൊ എന്നിൽ എന്തായി? എന്നിൽ ഇപ്പം 4 എന്നുള്ള വാല്യൂ ആയി. ഈ 4 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാല് ആ ഉടനെ നമ്മൾ എന്ത് ചെയ്യരുത്? വീണ്ടും ഫാക്ട് കണ്ടുപിടിക്കാൻ പോവരുത്. നമ്മളിപ്പോ ഈ ഡിക്രിമെന്റ് ചെയ്തതിന് ശേഷം കിട്ടിയ വാല്യൂ 0ത്തെക്കാളും വലുതാണോ ചെറുതാണോ എന്ന് നോക്കണം. 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? നമ്മള് പ്രൊഡക്റ്റ് കാണാൻ ശ്രമിക്കരുത്. അപ്പൊ n is equal to n minus 1 ആക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പില് ചെക്ക് വെദർ n greater than 0 എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ കൊടുക്കുക. മനസ്സിലായില്ലേ? ചെക്ക് വെദർ n greater than 0. n greater than 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഗോ ടു സ്റ്റെപ്പ് എത്രയാണോ? ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എന്നിന്റെ സ്റ്റെപ്പ് 3 ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ടൊന്ന് നമ്മളൊന്ന് നോക്കുക അല്ലെ? നമ്മളിപ്പോ ചെയ്ത നമ്മളെ വാല്യൂ വെച്ചിട്ടൊന്ന് നോക്കുക. n is equal to n minus 1 ചെക്ക് വെദർ n greater than 0. എന്നിൽ ഇപ്പൊ നമുക്ക് 4 അല്ലേ കിട്ടിയിരിക്കുന്നത് അല്ലെ? 4 ആണ് കിട്ടിയത്. അപ്പൊ ഈ 4 എന്നുള്ളത് 0ത്തെക്കാളും വലുതാണോ? ആണ് അല്ലെ? 4 0ത്തെക്കാളും വലുതല്ലേ? ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. ത്രീയിൽ എന്താ ഉണ്ടാവുക? ഫാക്ടിൽ ഇപ്പൊ ഓൾറെഡി 5 ഉണ്ട്. ഇൻറ്റു എന്നിന്റെ വാല്യൂ ഞാൻ ഡിക്രിമെന്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ 4 ആണ്. അപ്പൊ 5 into 4 അപ്പൊ 5 into 4 എന്ന് കിട്ടി. 5 into 4 എന്ന് കിട്ടി അല്ലെ? ഇനി എന്ത് ചെയ്യും? വീണ്ടും അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റെപ്പ് എന്താ? n equal to n minus 1. അപ്പൊ 4 minus 1 that is 3. വീണ്ടും ചെക്ക് ചെയ്യും. 3 is greater than 0. 3 greater than 0 ആണെങ്കിൽ വീണ്ടും ഗോ ടു സ്റ്റെപ്പ് 3 അല്ലെ? അപ്പൊ 5 into 4 into 3 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 2 എത്തി. 2 minus 1 that is 1. ഈ 1 is also greater than 0. വീണ്ടും സ്റ്റെപ്പ് 3ലേക്ക് പോകും. അവിടെ ഫാക്ട് എത്തി അല്ലെ? അപ്പൊ 1 വരെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ആ 1നെ 1 minus 1 that is 0 അല്ലെ? അപ്പൊ അവിടെ ചെക്കിംഗ് നടക്കുന്ന സമയത്ത് 0 greater than 0 കണ്ടീഷൻ ഫോൾസ് ആയില്ലേ?
അവിടെ ഈക്വൽ ടു 0 ഇട്ട് പോകരുത് കേട്ടോ. ഈക്വൽ ടു 0 ഇട്ട് പോയാൽ വീണ്ടും അവിടെ ഒരു പ്രോസസ്സും കൂടെ നടക്കും. അതുകൊണ്ട് ഈക്വൽ ടു 0 ഇട്ട് പോകരുത്, ഗ്രേറ്റർ ദാൻ 0 മതി നമുക്ക്. അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നേരെ തൊട്ട് താഴെ പ്രോഗ്രാം ഫ്ലവർ തൊട്ട് താഴോട്ട് പോകും. അവിടെ എന്ത് ചെയ്യും? പ്രിന്റ് ഫാക്ട്. പ്രിന്റ് ഫാക്ട്. ദെൻ എന്ത് ചെയ്യുക? സ്റ്റോപ്പ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക എഴുതുന്ന സ്റ്റെപ്പ്. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 എന്താണ്? എൻ്റർ ദ നമ്പർ n. സ്റ്റെപ്പ് 3 എന്താ എഴുതുക? സ്റ്റെപ്പ് 3 ഇനീഷ്യലൈസ് ഫാക്ട് ഇസ് ഈക്വൽ ടു 1. ഇനീഷ്യലൈസ് ഫാക്ട് ഇസ് ഈക്വൽ ടു 1. സ്റ്റെപ്പ് 4 എന്താ എഴുതുക? സ്റ്റെപ്പ് 4 ഫാക്ട് ഇസ് ഈക്വൽ ടു fact into n. Fact is equal to fact into n. Then step 5 n is equal to n minus 1. Then step 6 check whether n greater than 0. Check whether n greater than 0. Then go to step 4. Step 4. Then step 7 എന്താ വരിക? പ്രിന്റ് ഫാക്ട്. ദെൻ സ്റ്റെപ്പ് 8 സ്റ്റോപ്പ്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒക്കെ ഒന്ന് എഴുതി നോക്കട്ടോ. നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എടുത്ത് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നമ്പറൊക്കെ അസ്യൂം ചെയ്ത് മനസ്സിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലോജിക് ഒക്കെ വരും. നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് എഴുതാനും പറ്റും. മനസ്സിലായില്ലേ? ഇതില് ഓക്കെ അല്ലേ? മനസ്സിലായി? n-1 എന്ന് പറഞ്ഞല്ല മിസ്, അതിന് പകരം n-, കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ കണ്ടീഷന് കൊടുത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണോ ഡിക്രിമെന്റ് കൊടുക്കേണ്ടത്, അതോ കണ്ടീഷന്റെ മുമ്പാണോ കൊടുക്കേണ്ടത്? ഡിക്രിമെന്റ് കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുത്താൽ അവിടെ ഗ്രേറ്റർ ദാൻ 0 കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാതെയും കൊടുക്കാം കേട്ടോ. മുമ്പിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഡിക്രിമെന്റ് കൊടുത്താലും മതി. അപ്പൊ ഇതിനൊക്കെ ഫ്ലോ ചാർട്ട് ഇല്ലേ? നമ്മളിപ്പോ ഒന്നിപ്പോ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കട്ടോ. നിങ്ങളെല്ലാവരും വരയ്ക്കുക. ഈ ലൂപ്പിങ്ങിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട് ആയിരിക്കും മിക്കവാറും വരയ്ക്കാൻ ചോദിക്കുക. ചിലപ്പോൾ അൽഗോരിതം മാത്രം ചോദിക്കും, ചിലപ്പോൾ അൽഗോരിതം എന്താന്ന് ചോദിക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. അങ്ങനെ ചോദിക്കുക. അൽഗോരിതം എന്താന്ന് ചോദിക്കും, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയും.
എന്നിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. ചിലർക്ക് ഫ്ലോ ചാർട്ടായിരിക്കും സിമ്പിള്, ചിലർക്ക് അൽഗോരിതം ആവും സിമ്പിള്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എഴുതി ചെയ്ത് പഠിക്കാം. മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കണ പോലെ എഴുതി ചെയ്ത് പഠിക്കാം. ഒക്കെ വളരെ സിമ്പിൾ. അതേപോലെ ഇംഗ്ലീഷും ഈസിയും ഒക്കെ ഇല്ലേ, അതൊന്നും എഴുതാതിരിക്കരുത് ആരും. അതൊക്കെ എന്തായാലും നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചെഴുതിയാൽ പാസ്സാവും. ഇതുവരെ ആരും അതിൽ ഫെയിൽ ആയിട്ടൊന്നുമില്ല. അതൊക്കെ എല്ലാവരും പാസ്സാവും. നമ്മളെ കോർ സബ്ജക്ട് ഇതായതുകൊണ്ട് ഇതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. മറ്റത് ഒക്കെ എന്തായാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ടിയിട്ടാണ് ഈ മറ്റേ ഇംഗ്ലീഷ് പേപ്പറൊക്കെ, FEG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേപ്പർ. അപ്പൊ അതൊന്നും ആരും എഴുതാതിരിക്കരുത്. പേടിച്ചിട്ട് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് പാസ്സാവൂല എന്ന് പേടിച്ച് എഴുതാതൊന്നും ഇരിക്കരുത്. എന്തായാലും എല്ലാവരും പാസ്സാവൂട്ടോ. അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച്, ഒന്നും വേണ്ട, 1-2 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കുക. പിന്നെ അതിപ്പം ക്ലാസ് കിട്ടിയ ഇപ്പൊ നിങ്ങളെ, അതായത് ഈ കൊറോണന്റെ ഒക്കെ മുമ്പ് വന്ന സെമിസ്റ്റർകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ അവർക്കും പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും അതിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവരെല്ലാവരും പാസ്സായിട്ടുണ്ട്. ആരും ഫെയിൽ ആയിട്ടില്ല അതിലൊന്നും, ECOയിലും FEGയിലൊക്കെ. അപ്പൊ അതൊക്കെ എല്ലാവരും പിന്നെ ധൈര്യത്തോടു കൂടി പോയി എഴുതുക. ചിലർക്കുണ്ട് ടെക്സ്റ്റ് ബുക്ക് കണ്ട് നമ്മൾ ക്ലാസ് കിട്ടിയിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതാതിരിക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എഴുതിക്കോളുക. അതിന്റെ ക്ലാസ് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അത് ഒരു കോമൺ സബ്ജക്റ്റ് ആണ് അത് രണ്ടും, FEGയും ECOയും. കാരണം BCAക്ക് മാത്രമുള്ളതല്ല, അത് കൊമേഴ്സുകാർക്കും അങ്ങനത്തെ ആർട്സ് സബ്ജക്റ്റുകാരുണ്ടല്ലോ അവർക്കൊക്കെ ഉള്ള ഒരു കോമൺ പേപ്പറാ. അതുകൊണ്ടാണ് അത് നിങ്ങളെ ഈ BCAന്റെ കൂടെ ഷെഡ്യൂൾ ചെയ്യാത്തത്. അപ്പൊ അത് വേറെയും കുട്ടികൾക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പൊ അവരുടെ കൂടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ശരിക്കും ഇതിന്റെ ക്ലാസ് ഉണ്ടാവുക. അതിന്റെ ക്ലാസ്സിന്റെ ആവശ്യം ഇല്ല എന്നാ തോന്നുന്നത്. അത് നോക്കി നിൽക്കണ്ട, നിങ്ങളത് പഠിച്ചെഴുതാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നില്ലേ, ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തില്ലേ ഇതിനോ? ഫസ്റ്റ് ഏതാണ്? BCS 011 ആയിരിക്കും അല്ലെ. പിന്നെ അതിൽ ഗ്യാപ്പ് ഉണ്ടോ? എക്സാമിന് ഗ്യാപ്പ് വരുന്നുണ്ടോ? ഫസ്റ്റ് 8-ാം തീയതിയാണ് നമ്മളെ കമ്പ്യൂട്ടർ, പിന്നെ 9-ാം തീയതി മാത്സും. അടുത്ത ദിവസം അല്ലേ? അടുത്തത് പിന്നെ 25-നാണ് തോന്നുന്നത്. പിന്നെ അടുത്ത മാസമാണ്. ദിവസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വായിച്ചെഴുതാ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാവരും പാസ്സായിട്ടുണ്ട് ECOയിലൊക്കെ കേട്ടോ, ECOയിലും FEGയിലൊക്കെ. അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ച് ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടും. ഇത്ര സ്ട്രിക്റ്റ് ഉണ്ടാവില്ല അവിടെ, അതിനൊന്നും വാല്യുവേഷൻ. അത് എഴുതാതിരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയണത്. അതായത് ഞാൻ വായിച്ചിട്ടില്ല, ഞങ്ങൾ ക്ലാസ് കിട്ടിയിട്ടില്ല, എഴുതിയാൽ പാസ്സാവോ എന്നുള്ള ഡൗട്ട് അടിച്ചിരിക്കരുത്. അത് എഴുതിയാൽ പാസ്സാവും. അതേപോലെ മാത്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. നല്ലോണം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അതും ഒക്കെ ടെക്സ്റ്റിൽ നിങ്ങളെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓരോ പാഠം കഴിഞ്ഞാലും അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ ധാരാളം. മാത്സ് ബേസിക് നോളജ് ഉള്ളവരായിരിക്കുമല്ലോ എല്ലാവരും അല്ലെ. +2 ഒക്കെ മാത്സ് പഠിച്ചവരായിരിക്കും മിക്കവാറും എല്ലാവരും ഉണ്ടാവുക. അപ്പം എന്തായാലും നമ്മൾ ചെയ്ത് പഠിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാത്സ് ഒക്കെ വർക്കൗട്ട് നമ്മളെ ടെക്സ്റ്റിലെ ചെക്ക് അതേ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് ചോദിക്കൂല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് ചോദിക്കില്ല, ഒക്കെ നിങ്ങളെ ടെക്സ്റ്റിലുള്ളതേ ചോദിക്കുള്ളൂ കേട്ടോ. മറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ആണെങ്കിൽ ചിലത് സിലബസിൽ ഇല്ലാത്തത് ചോദിച്ച് അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈന്റ് ഒക്കെ വരില്ല. ഇതിൽ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും അവർ പുറത്തുനിന്ന് ഇട്ട് ചോദിക്കൂല, ഒക്കെ അതിൻ്റെ ഉള്ളിലേ ചോദിക്കൂ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്, ഇനി ഒരു മൊഡ്യൂൾ, ഒരു ബ്ലോക്കും കൂടി നമുക്ക് പറയാനുള്ളൂ. അത് അടുത്ത ക്ലാസ്സിലൂടെ പറഞ്ഞാല് അതിൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കഴിയും, നമുക്ക് ക്ലാസ് കഴിയും. പിന്നെ
ഓരോ പാഠഭാഗത്തിന്റെയും പിന്നെ ബാക്ക് സൈഡിലുള്ള ആ ചെക്ക് യുവർ പ്രോഗ്രസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കോളാം. ഇപ്പൊ പറഞ്ഞ തന്നെ മതി, ധാരാളമാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള കുറെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ആരാ? അലീമ, മുഹ്സിന. അത് മാത്സ് ഇല്ലാന്നോ? ഹൈസ്കൂളിൽ മാത്സ് ഇല്ലാന്ന് പറയാൻ കാരണം? +2 ഏതാ പഠിച്ചത് മുഹ്സിന? +2 ഏതായിരുന്നു? മുഹ്സിന ലൈനിലുണ്ടല്ലോ. ഹുസിനയും ബിൻസൻ ബിനോയും അല്ലെ, രണ്ടാൾക്കാ മാത്സ്? എനിക്ക് ബേസിക് ആയിട്ട് മാത്സ് 10th കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു, പക്ഷെ മാത്സ് ഇല്ലായിരുന്നു ഗ്രൂപ്പിൽ. പക്ഷെ നിങ്ങള് പിന്നെ 10ാം ക്ലാസ്സിലുള്ള മാത്സ് അല്ല നിങ്ങൾക്ക് ഈ വർഷം അല്ല ഈ സെമ്മിലുള്ളത്. 10ാം ക്ലാസ്സിലുള്ള ആ രൂപത്തിലുള്ള മാത്സ് ഒന്നും അല്ല അല്ലെ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. എന്നാലും പിന്നെ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. മാത്സ് അത് തന്നെ ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അല്ല ബേസിക്സ് എന്തായാലും പിന്നെ ബേസിക് നോളജ് ഉണ്ടാക്കി വെക്കുക. ഇനിയിപ്പോ 4th ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് വരുന്നത്. ബിൻസണും മുഹസിനയും കമ്പ്യൂട്ടർ ആയിരുന്നു അല്ലെ, കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ്. ഓക്കെ, മുഹസിന മാത്സിനാണ് പ്രയാസം. അതിനുള്ള ഒരു പിന്നെ സൊല്യൂഷൻ ഇത് തന്നെയുള്ളൂ. നമ്മൾ ടെക്സ്റ്റില് എന്ത് ചെയ്യാ, മാത്സ് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾ ക്ലാസ് കിട്ടുമല്ലോ, ക്ലാസ് കിട്ടുന്ന സമയത്ത് പിന്നെ ഒരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതുപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവുക. അത് വർക്ക്ഔട്ട് ചെയ്യുക. അത് പിന്നെ ഇതിപ്പോ നിങ്ങളിപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ കോളേജിലേക്ക് വന്നിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഈ ഇഗ്നോയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത, അതായത് നിങ്ങളെ സീനിയേഴ്സിലെ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് എന്താ പറയാ ഒരു ഡിസ്കസ് ചെയ്യും. അതായത് നമുക്കിപ്പോ തിയറി ക്ലാസ് ഒക്കെ ഒരു 4 hours ആണ് ഒരു ദിവസം ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ, അതായത് രാവിലെ മുതൽ ഉച്ച വരെ, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഫ്രീ ആ അല്ലെ. അപ്പൊ അവിടെ വരുന്ന ദിവസം മാക്സിമം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. കുറെ കുട്ടികൾ, താല്പര്യമുള്ള കുട്ടികൾ കേട്ടോ, ഇത് വേണം BCA എന്റെ കയ്യിൽ 3 വർഷം കൊണ്ട് കിട്ടണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, അറിയാത്തവന് മാത്സ് നോളജ് ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എഴുതുക. അപ്പൊ ശരിക്കും നമുക്ക് എന്താ പറയാ ഒരു ഡിസ്റ്റന്റ് ഫീലിംഗ് അല്ല ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പൊ കുറെ കുട്ടികളൊക്കെ ഉള്ള ഒരു ബാച്ചൊക്കെ ആണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ പോയി സാരമില്ല. ഇനിയിപ്പോ അടുത്ത സെം മുതലൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം അല്ലെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ നിങ്ങളിൽ അറിയുന്ന കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അല്ലെ, പിന്നെ നമ്മളും കൗൺസിലേഴ്സും തമ്മിൽ എന്താ പറയാ കാണുമല്ലോ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും. ഈ പ്രാവശ്യം ഇപ്പൊ ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. നിങ്ങൾ തന്നെ ശ്രമിക്കുക. ക്ലാസ് കിട്ടും,
ക്ലാസ് കിട്ടും, അതിനനുസരിച്ചിട്ട് അതുപോലുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുകയും ചെയ്യും. അതിലൂടെ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പക്ഷെ ഇനിയിപ്പോ സമയക്കുറവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, എന്നാലും ശ്രമിക്കുക കേട്ടോ. അടുത്ത സെമ്മിലൊക്കെ അത് ശരിയാവുമെന്ന് വിചാരിക്കാം. ക്ലാസ് ഉള്ളത് വീക്കിലി ആണ്. വീക്കിലി അതായത് ഹോളിഡേയ്സിലാണ്, അതായത് സൺഡേയ്സിലും പിന്നെ സെക്കൻഡ് സാറ്റർഡേയ്സിലൊക്കെ ആണ് ക്ലാസ് ഉണ്ടാവുക. ജവാദ് ഇപ്പൊ ചോദിച്ചല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശരിക്കും നല്ലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് കേസാ പറയണേ. ചിലർ എന്ത് ചെയ്യും, ഈ ആഴ്ച വരും, ചിലർ അടുത്ത ആഴ്ച വരൂല, അങ്ങനത്തെ കുട്ടികളുണ്ട്. അവരുടെ കേസല്ല പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ശരിക്കും നമുക്ക് എന്താ വെച്ചാ, നിങ്ങളിപ്പോ കോളേജിൽ പോയിട്ട് 4 ദിവസം പോണതാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക അല്ലെ? ഒരാഴ്ച പോണതാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക. ഉച്ചവരെ അത് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഫ്രീയാ. നിങ്ങൾക്ക് മാക്സിമം അവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും. ഇതിനൊക്കെയുള്ള എല്ലാ ചാൻസും നേടിയിട്ടുണ്ട്, എല്ലാ റിസോഴ്സസും ഉണ്ട് അവിടെ. അടുത്ത സമയം മുതൽ നോക്കാം. ഈ പ്രാവശ്യം നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിക്കുക. ക്ലാസ് കിട്ടും, മാത്സ് ഒക്കെ ക്ലാസ് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയെങ്കിലും പാസ്സാവാൻ ശ്രമിക്കുക. ഒരു ബാക്ക് പേപ്പർ വരാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഏകദേശം നമ്മൾ ക്ലാസ് നിർത്താൻ പോവാണ്. 12 മണിയാവാനായി. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരയ്ക്കുക. ഫ്ലോ ചാർട്ട് വരച്ചു വിടുക. എന്നിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ബ്ലോക്കും കൂടെ ഡിസ്കസ് ചെയ്താൽ നമുക്ക് തിയറി കംപ്ലീറ്റ് ആവും. പിന്നെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ നമുക്ക് നടക്കുമെന്ന് വിചാരിക്കാം. ലാബ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.